അപ്പം ഈ പിശാചിൻ്റെ വാക്കും ദൈവവചനമാണോ? അതെ. അതെങ്ങനെയാവുന്നത്? അത് പറയാം. ലോകത്തെ പ്രമുഖ മതവിശ്വാസങ്ങളിലെല്ലാം ഒരു അവിഭാജ്യ ഘടകമായി നിലനിൽക്കുന്ന ഒന്നാണ് അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ. ക്രിസ്തീയ വിശ്വാസത്തിനും അത് ബാധകമാണ്. ബൈബിൾ, തിരുവെഴുത്ത് എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന പഴയ നിയമവും പുതിയ നിയമവും അടങ്ങുന്ന പുസ്തകങ്ങൾ. എന്നാൽ ഈ ഗ്രന്ഥത്തിൻ്റെ അധികാരം എവിടെ നിന്ന് വരുന്നു? ഈ ഗ്രന്ഥം തെറ്റുകളുള്ള ഒരു ഗ്രന്ഥമാണോ? ഡിവൈൻ ഇൻസ്പിറേഷൻ, ഇന്നറൻസി, ഇൻഫാലിബിലിറ്റി എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാചകങ്ങളായിരുന്നേക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആ പൊരുൾ അഴിക്കാൻ വേണ്ടിയാണ് സാഫ്റ്റ് മലയാളത്തിൻ്റെ ഈ വീഡിയോ. അതിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വന്ന പോയിൻ്റ് യേശുവിൻ്റെ ചരിത്രപരതയും ഉയർത്തെഴുന്നേൽപ്പും തുടങ്ങിയ സംഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു നമ്മളത് അവതരിപ്പിച്ച് വന്നത്. അതിനെപ്പറ്റി നമ്മൾ അന്ന് പരാമർശിച്ചൊരു പുസ്തകമായിരുന്നു ഡെനിഷൻ ഈ അടുത്തിടയ്ക്ക് പബ്ലിഷ് ചെയ്ത നസ്രേനായ യേശു സംശയത്തിൻ്റെ നിഴലിൽ എന്ന പുസ്തകം. ഇത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. വളരെ ഇൻഡെപ്തായിട്ട് സ്കോളർലിയായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സൂപ്പർ പീസ് ഓഫ് വർക്കാണത്. പക്ഷെ അതിനകത്ത് തന്നെ അധികം പരാമർശിക്കുന്ന സ്ഥലം ഇല്ലായിരുന്ന ഒരു പോയിൻ്റുണ്ട്, യേശുവിൻ്റെ ദൈവികത. അത് നമ്മൾ തിരുവെഴുത്തുകളെ പറ്റി, ആധികാരികതയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ വളരെ നിർണായകമായിട്ടൊരു പോയിൻ്റാണ്. കാരണം എന്തുകൊണ്ട് യേശു പറഞ്ഞതിന് നമ്മൾ വില കൊടുക്കണം, അല്ലെങ്കിൽ യേശു ആരാണ്, യേശു താൻ ആരായിട്ടാണ് സ്വയം മനസ്സിലാക്കിയതെന്നുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം യേശുവിൻ്റെ ദൈവികതയെ പറ്റി നമ്മൾ പറയാൻ പോയാൽ ഇഷ്ടം പോലെ പറയുന്ന തൃത്വമൊക്കെ പറയേണ്ടത് കാണും. പക്ഷെ ഒരു സംക്ഷിപ്ത രൂപം, ഒരു സമ്മറി എന്ന രീതിയിൽ യേശുവിൻ്റെ ദൈവികതയ്ക്കുള്ള പോയിന്റുകൾ നിരത്തുകയാണെങ്കിൽ എന്തായിരിക്കും ഡെനിസ് ചാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കീ ഫാക്ട്സ്? അതെ, ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു വിഷയത്തിനെ നമ്മൾ സമീപിക്കുന്ന ഒരു രീതി ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം സാധാരണഗതിയിൽ നമ്മൾ തിരുവെഴുത്തുകളെ കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടാണ് യേശുവിൻ്റെ ദൈവത്വത്തെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇതുവരെ തിരുവെഴുത്തിനെ, ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡുകളെല്ലാം കേട്ടവർക്ക് മനസ്സിലാകും, നമ്മൾ പല ഭാഗങ്ങളിൽ ബൈബിളിൽ നിന്നുള്ള ഉദ്ധരണികൾ, ബൈബിളിലൊക്കെ പല കാര്യങ്ങളും നമ്മൾ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇതൊരു വിശ്വാസ സമർത്ഥനം എന്നൊരു സമീപനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത്. അവിടെ നമ്മൾ ഇതൊരു അവിശ്വാസികളുടെ മുമ്പിൽ, വിശ്വാസികളായിട്ടുള്ളവരും അതിനെ ഒരു ആധികാരികമായിട്ട് ഉറപ്പിക്കുക എന്നൊരു രീതിയിലാണ് നമ്മളതിനെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും നമ്മൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ദൈവവചനമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ്, ഇത് ആധികാരികമാണ്, ഇതിലെഴുതിയിരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതാണ് എന്ന ഒരു സമീപനത്തിലല്ല നമ്മൾ ബൈബിൾ ഉദ്ധരിച്ചിരിക്കുന്നത്. മറിച്ച് ഒരു പുരാതന രേഖ, അതിൽ നിന്ന് ചില ചരിത്ര വസ്തുതകൾ ഏതൊക്കെയൊന്ന് കണ്ടെത്തി ആ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ തിരുവെഴുത്തിനെ കൈകാര്യം ചെയ്തിരിക്കുന്ന, തിരുവെഴുത്തിനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ രീതിയല്ല, മറിച്ച് ഒരു നിരീശ്വരവാദിക്ക് പോലും തിരുവെഴുത്തിനെ സമീപിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്, ഒരു പുരാതന രേഖ, അത്രയേ ഉള്ളൂ. ആ ഒരു രീതിയിൽ തിരുവെഴുത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമീപന രീതി തന്നെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു ആരാണെന്നാണ് യേശു തന്നെ മനസ്സിലാക്കിയിരിക്കുന്നതെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ, ഏറ്റവും വ്യാപകമായിട്ട് കർത്താവ് ഉപയോഗിച്ച ഒരു സെൽഫ് റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ച ഒരു ടൈറ്റിലാണ് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് യേശുവിൻ്റെ ദൈവത്തായിട്ട് ബന്ധപ്പെടുന്നത്? ബ്രീഫായിട്ടൊന്ന് പറഞ്ഞ് ടച്ച് ചെയ്ത് ഞാനത് നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകാം. ഈ മനുഷ്യപുത്രൻ എന്നുള്ള ഒരു ഉപയോഗം പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും മനുഷ്യൻ്റെ പുത്രൻ എന്ന രീതിയിലായിരിക്കാം എന്നുള്ളത്. പക്ഷേ വളരെയധികം പഴയ നിയമത്തിൽ പ്രസക്തിയുള്ള, പഴയ നിയമ പ്രവചന ഭാഗത്തൊക്കെ പ്രസക്തിയുള്ള ഒരു ഭാഗമാണ് ഈ മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗം. അത് നമ്മൾ എടുത്തു കാണുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത്. അവിടെ ഒരു മനുഷ്യപുത്രനെ പറ്റിയുള്ളൊരു പരാമർശമുണ്ട്. അവിടെ ഒരു ഡിവൈൻ റെഫറൻസോടെയാണ് മനുഷ്യപുത്രനെ രംഗപ്രവേശനം ചെയ്യുന്നത്. ദി ഏൻഷ്യൻ്റ് വൺ വന്ന് പ്രൊവൈഡ്സ് ഓൾ ഗ്ലോറി, ഡൊമിനിയൻ, അതോറിറ്റി ഈ മനുഷ്യപുത്രൻ എന്നുള്ള ഈ പറഞ്ഞ ഫിഗറിന് നൽകുന്നു. അപ്പോൾ തന്നെ ഒരു ഡിവൈൻ എലമെൻ്റ് ഉള്ള ഒരു കഥാപാത്രമാണ് ഈ മനുഷ്യപുത്രൻ എന്നുള്ളത്. അതിനെ യേശു സ്വയം അഭിസംബോധന ചെയ്യുന്നത് അന്നത്തെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പം വളരെ പ്രസക്തമാണ്, യേശുവിൻ്റെ ദൈവികതയെ പറ്റി ചിന്തിക്കുന്നത് നമ്മൾ. അതെ, സാധാരണഗതിയിൽ ഇപ്പോൾ ബ്രദർ പറഞ്ഞ പോലെ നമ്മളിത് ആവർത്തിച്ച് കാണുന്നുണ്ട് ഇത് സുവിശേഷങ്ങളിൽ. അപ്പോൾ ഒരു മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ എന്ന് പറയുന്ന ചരിത്രപരമായ ക്രൈറ്റീരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശു ഇത് തന്നെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രയോഗം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തിരുവെഴുത്തിൽ പല ഭാഗങ്ങളിലായിട്ട് സമവീക്ഷണ സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ മത്തായി, ലൂക്കോസ് സുവിശേഷങ്ങളിലും പൊതുവായിട്ടുള്ള ഭാഗങ്ങളിലും
മർക്കോസിലില്ലാത്ത ഭാഗങ്ങൾ. അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് യേശു തന്നെക്കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സെൽഫ് റെഫറൻഷ്യലായിട്ടുള്ള ടൈറ്റിലായിട്ട് കർത്താവ് ഉപയോഗിച്ചാണെന്ന് ആ നിലയിൽ ഈ മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ ക്രൈറ്റീരിയയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ യേശു ക്രിസ്തുവിൻ്റെ വിചാരണ വേളയിൽ മഹാപുരോഹിതൻ ചോദിക്കുന്നുണ്ട്, നീ അത്യുന്നത ദൈവത്തിൻ്റെ പുത്രനാണോ എന്ന് ചോദിക്കുമ്പോൾ, മിശിയാണോ അത്യുന്നതൻ്റെ പുത്രനാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ വരുന്നത് നീ കാണും എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറുകയാണ്. അവിടെ കർത്താവ് പറഞ്ഞ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ബ്രദർ പറഞ്ഞതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള റെഫറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആകാശമേഘങ്ങളിൽ വരിക എന്ന് പറയുന്ന പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ സങ്കീർത്തനങ്ങൾ വായിച്ച് നമുക്കറിയാൻ പറ്റും. അത് യഹോവയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ദൈവത്വത്തിൻ്റെ ഒരു ദർശനം തന്നെയാണ് നമ്മളവിടെ കാണുന്നത് കൃത്യമായിട്ട്. അപ്പം അതുകൊണ്ടാണ് അവിടെ മഹാപുരുതൻ യേശുവിനെക്കുറിച്ച് നീ ദൈവദൂഷണം പറഞ്ഞു എന്ന നിലയിൽ ആരോപിച്ചത്. അപ്പം യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ബോധ്യതയെന്ന് ഏറ്റവും ആധികാരികമായി വ്യക്തമാക്കുന്ന ഒരു സന്ദർഭമായിരുന്നു യേശുവിൻ്റെ വിചാരണ വേള. അത് വളരെ കൃത്യമായിട്ട് ചരിത്രപരമായിട്ട് ആധികാരികമായ ഒരു ഭാഗമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് കർത്താവ് പലപ്പോഴും തൻ്റെ പ്രസ്താവനകൾ ആരംഭിച്ചിരുന്നത് ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതുവരെയുള്ള റബ്ബിമാരുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാലും ആരും തന്നെ അങ്ങനെ പറയാറില്ല. ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന ആരംഭിക്കാറില്ല. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രസ്താവനയ്ക്ക് ശേഷം പറയും. പക്ഷേ ആരും ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാറില്ല. അത് പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ യഹോവയായ ദൈവമാണ് ആ രീതിയിൽ ഉള്ള ഒരു പ്രയോഗം നമ്മൾ പ്രത്യേകിച്ച് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യഹൂദ പാരമ്പര്യത്തിൽ യഹൂദ പശ്ചാത്തലത്തിൽ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാലും പിൽക്കാലത്തുള്ള ചരിത്രം നോക്കിയാലും അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ ധാരാളം കാണാം, ധാരാളം പ്രസംഗങ്ങൾ കാണാം, പിന്നീടുള്ള രചനകൾ കാണാം. പക്ഷേ ഒരിടത്തും ഒരു അപ്പോസ്തലനോ അല്ലെങ്കിൽ ഒരു സുവിശേഷകനോ കർത്താവിൻ്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിനുശേഷം വന്ന സഭാപിതാക്കന്മാരോ ആരും ഒരു പ്രസ്താവന, ഇപ്പോൾ പൗലോസ് പ്രസംഗിച്ചൊരു പ്രസംഗം എടുക്കാം, എവിടെയെങ്കിലും പൗലോസ് ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പുതിയ നിയമസഭ ഒരിക്കലും ആ രീതിയിൽ, എന്നാൽ യേശു അല്ലാതെ മറ്റാരും തൻ്റെ പ്രസ്താവന ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന ക്രൈറ്റീരിയൻ ഓഫ് ഡിസിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ യേശുവിൻ്റെ ഈ പ്രയോഗം ആ കാലഘട്ടത്തിലുള്ള പൊതുവിലുള്ള രീതിയുമായിട്ടും രീതിയിൽ നിന്ന് കടമെടുത്തതല്ല. കാരണം അന്ന് ആരും അങ്ങനെ പറയാറില്ല. പിന്നീടുള്ള സഭയും അതിനെ അനുകരിച്ചിട്ടില്ല. അപ്പോൾ അത് സഭ നിർമ്മിച്ചതാണെങ്കിൽ സഭയിൽ എല്ലാവരും അത് ആ രീതിയിലൊരു പ്രയോഗം വരും. അപ്പോൾ അത് യേശുവിൽ ആരോപിച്ചാണെന്ന് പറയാം. അങ്ങനെയുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞൊരു രീതി തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ യഹോവയായ ദൈവമാണ് ആ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അത് പരോക്ഷമായിട്ട് യേശുവിൻ്റെ തന്നെക്കുറിച്ച് തന്നെയുള്ള ബോധ്യതയെ വെളിവാക്കുന്ന ഒന്നാണ്. മറ്റൊന്നാണ് നമുക്ക് ന്യായപ്രമാണത്തിന് കർത്താവ് നൽകിയ വ്യാഖ്യാനം. മത്തായി സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കർത്താവ് അതെങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. പ്രവാചകന്മാർ പലരും ദൈവം പ്രകാരം അരുളി ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ കർത്താവ് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിച്ചപ്പോൾ കർത്താവ് എങ്ങനെയാണ് പറഞ്ഞത്? ഞാനോ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അത് കർത്താവിൻ്റെ സ്വയമായിട്ടുള്ള അധികാരത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യതയെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതും അവിടെ കോൺട്രാസ്റ്റ് ഇതാണ് പറഞ്ഞത്, യു ഹാവ് റെഡ് ബട്ട് ഐ സേ അൺടു യു എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റിംഗ് ആണ് കാണിക്കുന്നത്. അതെ 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 അതെ. അപ്പോൾ പഴയ നിയമത്തിലെ ആ ദൈവത്തിൻ്റെ വചനമായി കണക്കാക്കപ്പെട്ട തിരുവഴുത്തിലെ കുറിച്ച് കർത്താവ് പറയണം, നിങ്ങളിങ്ങനെ വായിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നു പറയുമ്പോൾ ഓക്കെ, അങ്ങനെ പറയാൻ നീ ആരാണ് എന്നുള്ളതാണ് തിരിച്ച് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. അപ്പോൾ അവർ ചോദിച്ചത് അത് തന്നെയാണ്. അപ്പം കർത്താവ് തന്നെക്കുറിച്ച് തന്നെ ദൈവപുത്രനായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന വേദഭാഗങ്ങളാണ് ഇതെല്ലാം. അതേപോലെ തന്നെ വേറെ നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകിച്ച് വരാത്തൊരു ഭാഗമാണ് ഈ മർക്കോസിന്റെ ലേഖനത്ത് സുവിശേഷത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഉപമ, വിന്യാടിനെ പറ്റിയുള്ളൊരു ഉപമ. നമ്മൾ പലപ്പോഴും വായിച്ചു പോകുമ്പോൾ കർത്താവ് പറഞ്ഞ പല ഉപമകളിൽ ഒരു ഉപമയായിട്ട് നമ്മൾ അതിനെ കാണുന്നെങ്കിലും അതിൽ ഈവൻ ചരിത്രകാരന്മാരും പണ്ഡിതർ പറഞ്ഞത് അത് വളരെ സ്കെപ്റ്റിക്കലായിട്ട് അവർ നോക്കുന്നവർ അവരും പറയുന്നത് ആ ഭാഗം തികച്ചും യേശു തന്നെ പറഞ്ഞ പ്രയോഗശൈലിയിൽ വരുന്ന ഒന്നാണ് എന്ന രീതി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉപമയാണ്. അതിൻ്റെ പ്രസക്തി എന്നുള്ളത് നമുക്ക് ആ ഉപമ അറിയാവുന്നതാണ്. ഒരു തോട്ടം നോക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. തിരിച്ചു വരുമ്പം അവരത് തിരിച്ച് കൈമാറുന്നില്ല. അപ്പം എന്ത് ചെയ്യുന്നു, ആ തോട്ടത്തിൻ്റെ ഉടമ തൻ്റെ ദാസന്മാരെ അയക്കുന്നു. ഈ ദാസന്മാരെ ഇതിൻ്റെ ഏജൻസായിട്ട് നിർത്തിയിരിക്കുന്നവർ അവരെ തിരിച്ചയക്കുന്നു, കൊല്ലുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. ലാസ്റ്റ് യജമാന തൻ്റെ സ്വന്തം പുത്രനെ അയക്കുന്നു. ഈ പുത്രനെ ഇവർ പറഞ്ഞു, നോക്കി ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അപ്പോൾ അവിടെ യേശു ഉപമ പറയുമ്പം തന്നെ ഈ
തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പുത്രനായിട്ടാണ് കാണിക്കുന്നത്. അതെ. അപ്പം ആ കാലങ്ങളിൽ അതുവരെ മുമ്പ് വന്നിരുന്ന പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അതെ. ഈ തോട്ടം ഇസ്രായേലിന് ദാസന്മാരായിരുന്നു, അവരെല്ലാം ദാസന്മാരായിരുന്നു. അതെ. ഈ തോട്ടം റെപ്രസെൻ്റ് ചെയ്യുന്ന ഇസ്രായേലിൻ്റെ അവകാശിയായിട്ട് തന്നെയാണ് യേശു അവിടെ സ്വയം പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതെ. നമ്മൾ ഉമ്മ ജസ്റ്റ് ഉപമയായിട്ട് കണ്ടുപോകുമ്പം അതിന് പിന്നിലുള്ള ഒരു വലിയൊരു ഡിവൈൻ ക്ലെയിമാണ് യേശു അവിടെ പറയുന്നത്. അതെ അതെ. അത് ഈ ഉപമ ചരിത്രപരമായിട്ട് യേശു പറഞ്ഞത് തന്നെയാണെന്ന് ഉറപ്പോടുകൂടി ചരിത്രകാരന്മാർ പറയാനൊരു കാരണമുണ്ട്. കാരണം ഈ ഉപമ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഉപമ എങ്ങനെയാണ് അവസാനിക്കുന്നത്? അവസാനിക്കുന്നത് ഈ പുത്രനെ കൊന്നുകളഞ്ഞു എന്നിടത്താണ്. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? ഈ യജമാനൻ വന്ന് അവിടെയുള്ള ഈ വേലക്കാരെ നിഗ്രഹിച്ച് കളയുന്നു. പക്ഷേ അവിടെ ഒരു പോസിറ്റീവ് എൻഡിങ് അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വധിക്കപ്പെട്ട പുത്രൻ, ആ പുത്രന് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. ആ പുത്രന് എന്തെങ്കിലും ഒരു വിൻഡിക്കേഷൻ, ആ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആ പുത്രനെ ഏതെങ്കിലും ഒരു രീതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ ആധികാരികമായ രീതിയിൽ എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെ ആയിട്ടുള്ള ഒരു അറ്റസ്റ്റേഷൻ ലഭിക്കുന്ന രീതിയിലോ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കാണുന്ന രീതിയിലൊന്നും നമ്മളവിടെ കാണുന്നില്ല. മറിച്ച് ഒരു ട്രാജിക് എൻഡിങ് ആണ് നമ്മളവിടെ കാണുന്നത്. കംപ്ലീറ്റ്ലി ട്രാജിക് എൻഡിങ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മകനെ കൊന്നുകളഞ്ഞു, അവിടെ കൊണ്ട് ഉപമ തീരുകയാണ്. സോ ഇത് പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾ കെട്ടിച്ചമച്ച് യേശു പറഞ്ഞാണെന്ന് പറഞ്ഞ ഒരു ഉപമയാണെങ്കിൽ ഒരിക്കലും അതങ്ങനെ എൻഡ് ചെയ്യില്ല. കാരണം എന്ന് പറയുന്നത് എങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ റിസറക്ഷനെ കുറിച്ചുള്ള ഒരു പോയിന്റ് അവിടെ അവർ കൊണ്ടുവരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അങ്ങനെ ഒരു പോയിന്റ് അതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. മറിച്ച് ഉപമ പുത്രൻ്റെ മരണത്തിൽ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത് ഈ ഉപമ ഒരിക്കലും ക്രിസ്ത്യാനികൾ കെട്ടിച്ചമച്ചതല്ല. കാരണം റിസറക്ഷൻ ആയിരുന്നു ആദ്യമ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂലക്കല്ല്. അപ്പോൾ ഒരിക്കലും പുത്രൻ മരിച്ചതിൽ ഉപമ അവസാനിക്കില്ല, അവരെയാണ് എഴുതിയിരുന്നെങ്കിൽ. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇത് യേശു തന്നെ പറഞ്ഞതാണെന്നുള്ള ആധികാരികമായിട്ടൊരു ഉറപ്പാണ് നമുക്ക് ചരിത്രകാരന്മാരുടെ ഗവേഷണങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെയും നമ്മൾ കാണുന്ന യേശുവിൻ്റെ വളരെ യുണീക്കായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇസ്രായേലിൻ്റെ സൃഷ്ടാവായ ദൈവത്തോടുള്ള യേശുവിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ്. താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വളരെ ഡയറക്റ്റായിട്ട് കർത്താവ് ക്ലെയിം ചെയ്യുന്നൊരു ഭാഗം. ഇസ്രായേലിൻ്റെ അവകാശിയാണ്. അതെ. അന്നെല്ലാം ആ ഉപമയ്ക്കതെന്ന് സ്പഷ്ടമായിട്ട് ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണിച്ചു വരുന്നത് യേശുവിൻ്റെ ദൈവികതയെപ്പറ്റി നമ്മൾ ചോദിക്കണം. യേശു തന്നെ ആരായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ പറയുന്ന അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു വരുമ്പോൾ നമ്മളിതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് വരുന്നത് യേശു വെറും ഒരു പ്രവാചകനായിട്ടല്ല, മറിച്ച് ഇസ്രായേലിൻ്റെ അവകാശിയായ മനുഷ്യപുത്രനായ സാക്ഷാൽ ദൈവമായിട്ട് തന്നെയാണ് താൻ സ്വയം മനസ്സിലാക്കിയിരുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിലെ മതനേതാക്കളൊക്കെ യേശു പറയുമ്പോൾ ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ അവരും മനസ്സിലാക്കുന്നത് തന്നെയാണ്. യേശു പറയുന്നത് ദൈവദൂഷണം തന്നെയാണെന്നാണ് അവരും മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞ പ്രസ്താവനകൾക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ടതുണ്ട് എന്ന നിലപാടിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. താൻ സ്വയം ദൈവമാണ് എന്ന് പറയുന്നു. തൻ്റെ മുൻപിൽ നിൽക്കുന്ന മതനേതാക്കൾ യാഗം അർപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അതേ ദൈവം തന്നെയാണ് അവരുടെ മുൻപിൽ നിൽക്കുന്ന അതേ ദൈവത്തെയാണ് അവർ വിചാരണ ചെയ്യുന്നത്. ആ ദൈവം മനുഷ്യപുത്രനായി വരുന്നു, തൻ്റെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നു. ആ അവകാശം സ്ഥാപിച്ച ദൈവദൂഷണം പറഞ്ഞെന്ന് ഇവർ നിരൂപിക്കുന്ന ഈ വ്യക്തിയെ തന്നെ സാക്ഷാൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ തൻ്റെ പ്രസ്താവനകളുടെ ഒരു വിൻഡിക്കേഷൻ, തൻ്റെ പ്രസ്താവനകൾ ശരിവെക്കുന്ന ഒരു ചരിത്ര രംഗമായിട്ട് ആ ഒഴിഞ്ഞ കല്ലറ മാറുകയാണ്. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾക്കും യേശുവിൻ്റെ അധികാരത്തിനും തികച്ചും പ്രസക്തി അവിടെ ഉണ്ട്. അതെ. കാരണം യേശുവിനെ ക്രൂശീകരണത്തിന് വേണ്ടിയല്ല, യേശുവിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാമെന്നുള്ള സന്നദ്ധി സംഘത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് താൻ ദൈവപുത്രനാണെന്നുള്ള യേശുവിൻ്റെ അവകാശവാദം ദൈവദൂഷണമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ്. അപ്പോൾ ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടത് ദൈവദൂഷണമാണെന്ന് ആരോപിച്ചുകൊണ്ട് വധിക്കപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വ്യക്തി ദൈവപുത്രനാണെന്നുള്ള ദൈവത്തിൻ്റെ അസന്നിഗ്ധമായ സാക്ഷ്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചരിത്രപരമായ ഒരു വിശകലനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ദൈവപുത്രൻ എങ്ങനെയാണ് തിരുവെഴുത്തിനെ കണ്ടിരുന്നത്? തിരുവെഴുത്തിനെ കുറിച്ചുള്ള ദൈവപുത്രൻ്റെ മനോഭാവം എന്തായിരുന്നു? കാരണം ഈ യേശുക്രിസ്തു ദൈവപുത്രനാണെങ്കിൽ ആ ദൈവപുത്രൻ്റെ മനോഭാവവും ആ ദൈവപുത്രൻ്റെ പഠിപ്പിക്കലുകളും നിശ്ചയമായും സത്യമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ ഈ ദൈവപുത്രനായ യേശുക്രിസ്തു എങ്ങനെയാണ് തിരുവെഴുത്തിനെ കണ്ടിരുന്നത്? അതാണ് തിരുവെഴുത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യതയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്.
സാധാരണഗതിയിൽ തിരുവഴുത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് പല നിലകളിൽ സമീപിക്കാം. എന്നാൽ ഏറ്റവും ആധികാരികമായി ചരിത്രപരമായ ഒരു വിശകലനത്തിൻ്റെ വെളിച്ചത്തിൽ ഏതൊരു എന്താ പറയുക സന്ദേഹവാദിക്കും, ഏതൊരു സംശയാലുവിനും തിരുവഴുത്തിൻ്റെ ആധികാരികതയെ ഉറപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു മാർഗമെന്ന് പറയുന്നത് യേശു ആരാണെന്നാണ് യേശു ക്ലെയിം ചെയ്തതെന്ന് പഠിക്കുക, ആ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ യേശു ദൈവപുത്രനാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ദൈവപുത്രൻ്റെ തിരുവഴുത്തിനെക്കുറിച്ചുള്ള മനോഭാവം എന്തായിരുന്നു? ആ മനോഭാവം ആധികാരികവും സത്യവുമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു യേശുവിൻ്റെ തിരുവഴുത്തിനെക്കുറിച്ചുള്ള മനോഭാവം എന്ന നിലയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആദ്യമായിട്ട് അപ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിയുന്നത് പഴയ നിയമത്തെ യേശു എങ്ങനെയാണ് നോക്കിക്കണ്ടത്, പിന്നെ അവിടെ നമുക്ക് പുതിയ നിയമത്തിലേക്കുള്ള യേശുവിൻ്റെ ശ്രദ്ധ എങ്ങനെ വരുന്നു നോക്കാം. പഴയ നിയമത്തെ പറ്റി യേശു വചനങ്ങൾ തന്നെ പല ആവർത്തി സുവിശേഷങ്ങളിലും മറ്റും യേശുവിൻ്റെ പ്രസ്താവനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ ന്യായപ്രമാണത്തെ മറ്റും എങ്ങനെയാണ് കണ്ടെന്നുള്ളത്. നമുക്ക് ഇഷ്ടംപോലെ വാക്യങ്ങൾ ഉദ്ധരിക്കാൻ സാധിക്കും, പക്ഷേ പ്രസക്തമായ ചില വാക്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധ ധരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തുദ്ധരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ ധരിക്കുന്ന വാക്യം അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രസ്താവന ഏതായിരിക്കും? മത്തായി സുവിശേഷം 5-17-18 വാക്യങ്ങൾ. അത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വേദഭാഗമാണ്. ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനുള്ള നിവർത്തിപ്പാനത്തിനാണ് ഞാൻ വന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകില്ല. അപ്പോൾ ഇത് യേശു എങ്ങനെയാണ് തിരുവഴുത്തിനെ പഴയ നിയമത്തെ കണ്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായൊരു ചിത്രമാണ് അവിടെ കാണുന്നത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതിനെ രണ്ടിനെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പഴയ നിയമത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പഴയ നിയമം എന്നൊരു പദപ്രയോഗമല്ല അവർ പറഞ്ഞിരുന്നത്, ന്യായപ്രമാണവും പ്രവാചകന്മാരും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ പഴയ നിയമ തിരുവഴുത്തുകൾ ആധികാരികമാണ്, ഏറ്റവും അധികാരമുള്ളതാണ്. അതിൻ്റെ വള്ളിയും പുള്ളിയും പോലും ഒഴിഞ്ഞു പോകില്ല എന്ന് പറയുമ്പോൾ ആ തിരുവഴുത്തിനെ ആധികാരികമായി തന്നെയാണ് യേശു കണക്കാക്കിയതെന്നുള്ള വളരെ വ്യക്തമായ ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പിന്നെ യേശു പറഞ്ഞ വേറൊരു ഭാഗം വരുന്നത് സങ്കീർത്തനത്തിൽ നിന്ന് ഉള്ള ഒരു പരാമർശം. അത് യോഹന്നാൻ 10:35 നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു, എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. നമ്മൾ മത്തായി പറഞ്ഞാൽ കണ്ട അതേ സെൻസ് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ആക്ച്വലി യഥാർത്ഥത്തിൽ നമ്മൾ ഈ തിരുവഴുത്തുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു ചരിത്രപരമായ അന്വേഷണത്തിൻ്റെ മാനദണ്ഡമുണ്ട്. അതായത് ഈ പാലസ്റ്റീനിയൻ ഒരു എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് പാലസ്തീനിൽ ജീവിച്ചിരുന്ന യഹൂദനായ ഒരു വ്യക്തി എങ്ങനെയാണ് തിരുവഴുത്തിനെ കാണുക എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആഴമേറിയ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ വ്യക്തി പഴയ നിയമ തിരുവഴുത്തുകളെ ആധികാരികമായി തന്നെയായിരിക്കും കണക്കാക്കിയിരിക്കുക. ആ ഒരു സ്വാഭാവികമായ ഒരു നിരീക്ഷണത്തിനോട് കൃത്യമായി ചേർന്ന് നിൽക്കുന്ന നിലയിൽ തന്നെയാണ് കർത്താവ് പഴയ നിയമത്തിനെക്കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവനകൾ. ഇവിടെ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ എന്ന് പറയുമ്പോൾ ഏറ്റവും ആധികാരികമായിട്ടാണ് തിരുവഴുത്തിനെ കർത്താവ് കണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാനുഷികമായിട്ടൊരു ഗ്രന്ഥമായിട്ടല്ല നമ്മളിപ്പോൾ നമ്മൾ തന്നെ പറയുകയാണ് ഈ പുസ്തകം എല്ലാ കാലങ്ങളിലും പ്രസക്തമായി നിൽക്കും, ഒരിക്കലും നീക്കം വരത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ തികച്ചും കാലങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു പ്രസക്തി അവിടെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അതെ. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പഴയ നിയമ തിരുവഴുത്തുകളെ കർത്താവായ യേശു ക്രിസ്തു ആധികാരികമായിട്ടും തിരുവഴുത്തുകളായിട്ടും തന്നെയാണ് കണക്കാക്കിയിരുന്നത്. അതിൻ്റെ ആധികാരികതയെ കർത്താവ് വളരെ സുവ്യക്തമായ പ്രസ്താവനകളിലൂടെ ഉറപ്പിച്ചു. അപ്പോൾ നമുക്ക് രണ്ട് മാനദണ്ഡങ്ങളാണ്. ഒന്ന്, ഇത് പല ഭാഗങ്ങളിൽ മത്തായി സമവേഷണ സുവിശേഷങ്ങളിലും യോഹന്നാൻ്റെ സുവിശേഷം, കാരണം ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഗവേഷകന്മാർ കണക്കാക്കുന്നത്, സ്വതന്ത്രമായി രചിക്കപ്പെട്ടതായിട്ടാണ്. അപ്പം സമവേഷണ സുവിശേഷങ്ങളിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിലുള്ള മനോഭാവം എന്ന് പറയുന്നത്, ഈ പഴയ നിയമ ഗ്രന്ഥങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ്, അത് ആധികാരികമാണ്, അത് തിരുവെഴുത്താണ്, അത് നീക്കം വന്ന് കൂടാത്തതാണ് എന്നുള്ള ഏറ്റവും എത്രത്തോളം വ്യക്തമായി നമുക്ക് തിരുവെഴുത്തിനെ അതിൻ്റെ ആധികാരികത ഉറപ്പിച്ച് പറയാമോ അത്രത്തോളം വ്യക്തമായി തന്നെയാണ് കർത്താവ് ഈ പഴയ നിയമത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് നമ്മളപ്പോൾ ഇവിടെ രണ്ട് മാനദണ്ഡങ്ങളാണ് നമ്മുടെ കേൾവിക്കാർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഈ സന്ദർഭത്തിലും ഞങ്ങൾ ബൈബിളിൽ നിന്നുള്ള പ്രസ്താവനകൾ ഉദ്ധരിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ വചനമാണ്, അത് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് വിശ്വസിക്കണം എന്ന രീതിയിലല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ യേശുക്രിസ്തുവിന് പഴയ നിയമത്തെക്കുറിച്ചുള്ള മനോഭാവം പോലും ഞങ്ങൾ ചരിത്രപരമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ബൈബിൾ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെയാണെന്നുള്ള രീതിയിൽ മാത്രമല്ല, ചരിത്രപരമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ വിശകലനം ചെയ്തത്. ഒന്ന്, പാലസ്തീനിലെ സ്വാഭാവികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഒരു യഹൂദന് തിരുവഴുത്തിനോട് ഉണ്ടാകാമായിരുന്ന മനോഭാവം അത് തന്നെയായിരിക്കും യേശുവിനുണ്ടായിരിക്കുക എന്ന് നമുക്ക് സ്വാഭാവികമായി പ്രതീക്ഷിക്കാം. രണ്ട്, വ്യക്തമായി രണ്ട് സ്വതന്ത്രമായ സാക്ഷ്യങ്ങൾ
സമയവിഷ്ണു സുവിശേഷങ്ങളിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും നമുക്ക് ലഭ്യമാണ്. അത് ചരിത്രപരതയുടെ ഒരു മാനദണ്ഡമാണ്. സ്വതന്ത്ര സാക്ഷ്യങ്ങൾ എന്നുള്ള സാക്ഷ്യം ചരിത്രപരമായി ആധികാരികമായി കണക്കാക്കാമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പഴയ നിയമ തിരുവെഴുത്തുകളെ ആധികാരികമായി കണക്കാക്കി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് വ്യക്തമാണ്. എന്നാൽ പലപ്പോഴും അവ്യക്തതയുണ്ടെന്ന് പലരും നിരൂപിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ്. പുതിയ നിയമം എങ്ങനെയാണ്, ഈ പുതിയ നിയമത്തിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കത് എങ്ങനെയാണ് കർത്താവിൻ്റെ ആധികാരികതയിലേക്ക് നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ മനോഭാവത്തിൽ നിന്ന് പ്രസ്താവനയിൽ നിന്ന് എങ്ങനെയാണ് പുതിയ നിയമത്തിൻ്റെ ആധികാരികതയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നത്? അതിൻ്റെ ഒരു തുടക്കം നമുക്ക് എവിടെ നിന്നാണ് എടുക്കേണ്ടത്? അതിൻ്റെ തുടക്കം നമുക്ക് കാണാൻ പറ്റുന്നത് മർക്കോസ് 13:11 കർത്താവ് ഒരു വാചകം പറയുന്നുണ്ട്. കർത്താവ് പറയുന്നത്, അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവ് അത്ര എന്നുള്ളത്. പരിശുദ്ധാത്മാവ് അത്രേ, അതാണ് പ്രസക്തമായിട്ടുള്ളത്. നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് പറയാനുള്ള ബുദ്ധി തരും എന്ന രീതിയല്ല, മറിച്ച് നിങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത് പറയുന്നതിലൂടെ തന്നെ താൻ നിയോഗിച്ചയക്കുന്ന അപ്പോസ്തലന്മാർ, ശിഷ്യന്മാരിലൂടെ അവരുടെ വാചകങ്ങളിൽ ഒരു ദൈവിക സാന്നിധ്യം അവിടെ വെളിപ്പെടുകയാണ് എന്നാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള യേശുവിൻ്റെ മനോഭാവത്തേക്കുള്ള ഒരു ഗേറ്റ് വേ, ഒരു എൻട്രി പോയിന്റ് ഈ വാചകം തന്നെയാണ്. അതെ, അത് കാരണം ആ സമയത്ത് പറയേണ്ടത് പരിശുദ്ധാത്മാവർക്ക് നൽകുമെന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ തൻ്റെ അപ്പോസ്തലന്മാർ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കർത്താവ് അവിടെ പ്രസ്താവിക്കുകയാണ്. ഇത് മത്തായി സുവിശേഷത്തിൽ നമ്മൾ, മർക്കോസ് സുവിശേഷം നമ്മൾ വായിച്ചു, സമയത്ത് സുവിശേഷങ്ങൾ നമുക്ക് മറ്റു ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്ന പോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും നമുക്കൊരു പ്രസ്ഥാനം കാണാൻ സാധിക്കും. അതെന്താണ് നമ്മൾ വായിക്കുന്നത്? യോഹന്നാൻ 14:26 വായിക്കുന്നത്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പം വീണ്ടും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഉപദേശങ്ങൾ കൈമാറുകയും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വീണ്ടും ഒരു ദൈവിക ഇടപെടൽ, ഒരു സാന്നിധ്യത്തെ പറ്റി കാണുന്നു അവിടെ വീണ്ടും. അതെ, വളരെ വ്യക്തമായിട്ട്. അപ്പോൾ രണ്ട് ഭാഗങ്ങളിൽ നിന്ന്, ഒന്ന് അവരുടെ പീഡനം അനുഭവിക്കുമ്പോൾ അവരെന്ത് പറയണമെന്നുള്ളത്, രണ്ട് അവരുടെ സാധാരണമായ ആത്മീയ ജീവിതത്തിലും സഭയുടെ നടത്തിപ്പിലും എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഇടപെടുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഡെഫിനിറ്റീവായിട്ടുള്ള ദൈവപുത്രൻ്റെ ഒരു വാഗ്ദാനമാണ്. തൻ്റെ ശിഷ്യന്മാർ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരുടെ സ്വാഭാവികമായ സഭാജീവിതത്തിലും അടക്കം പരിശുദ്ധാത്മാവായിരിക്കും വഴി നടത്തുക എന്ന് ദൈവപുത്രൻ വാഗ്ദാനം ചെയ്താൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെയും നമ്മൾ രണ്ട് വ്യത്യസ്ത സാക്ഷ്യങ്ങളിൽ നിന്ന് ഒരുപോലെ നമ്മൾ കാണുകയാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് തൻ്റെ അപ്പോസ്തലന്മാരെ നയിക്കുക എന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ഈ വാഗ്ദാനമാണ് ബ്രദർ പറഞ്ഞ പോലെ പുതിയ നിയമത്തിൻ്റെ ആധികാരികതയിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ഒരു ചൂണ്ടുപലക എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ അപ്പോസ്തലന്മാരെ കർത്താവ് നിയോഗിച്ച് അവർക്കൊരു അധികാരം നൽകിയാണ് അയക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ മത്തായി സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് 19-20 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇതുപോലെ തന്നെ ഒരു പ്രസ്താവന ലൂക്കോസിന്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് ശിഷ്യന്മാരെ അയക്കുന്നതിനെക്കുറിച്ചും തൻ്റെ നാമത്തിൽ പാപമോചനം പ്രസംഗിക്കാൻ വേണ്ടി അവരെ നിയോഗിക്കുന്നതിനെക്കുറിച്ചും. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരെ അധികാരപ്പെടുത്തിയാണ് അയച്ചത്. അത് അപ്പം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും നടത്തിപ്പ് നിയോഗവും അവരുടെ വാക്കുകളിലുണ്ടാകും. അവരെ ഈ ക്രിസ്തു സംഭവത്തിൻ്റെ ആധികാരിക വ്യാഖ്യാതാക്കളായി അധികാരപ്പെടുത്തിയാണ് കർത്താവ് അയച്ചത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുക, അവരെ ശിഷ്യന്മാരാക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് എങ്ങനെയാണോ ശിഷ്യന്മാരെ നിയോഗിച്ചത്, ശിഷ്യന്മാരെ രൂപീകരിച്ചത്, അതുപോലെ ചെയ്യാനുള്ള അതോറിറ്റിയാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്തു സംഭവത്തിൻ്റെ ആധികാരിക വ്യാഖ്യാതാക്കളായി ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ടവരായും ദൈവത്താൽ അധികാരപ്പെടുത്തപ്പെട്ടവരായും നിയോഗിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. അതായത് കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയുന്ന കാര്യങ്ങൾ വെറും പ്രസ്ഥാനങ്ങളല്ല, മറിച്ച് കർത്താവിൻ്റെ തന്നെ ഒരു അതോറിറ്റി, ഒരു സീൽ വഹിക്കുന്ന പ്രചാരകന്മാരായിട്ട് തന്നെയുള്ള ഒരു വഴിയാണ് കർത്താവ് അവിടെ തുറന്നു കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് തിരുവെഴുത്തിനെ, പുതിയ നിയമ തിരുവെഴുത്തുകളെ നാം കാണേണ്ടത്? കാരണം ഈ പുതിയ നിയമ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് അപ്പോസ്തലിക ശുശ്രൂഷയുടെ ഉൽപ്പന്നങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് രണ്ട് നിലയിലാണ്. ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പം മത്തായിയും യോഹന്നാനും കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്നു.
അവർ രണ്ടുപേരുമാണ് സുവിശേഷം എഴുതിയത്. മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് പത്രോസിൻ്റെ റോമിൽ പ്രസംഗത്തിൻ്റെ രേഖയാണെന്ന് ആദ്യമേ ചരിത്രങ്ങൾ നമ്മൾ വ്യക്തമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ അതോറിറ്റി ചെന്ന് നിൽക്കുന്ന പത്രോസിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം തുടക്കത്തിൽ തന്നെ ലൂക്കോസ് പറയുന്നുണ്ട്, താൻ അന്വേഷിക്കുകയും ആദ്യം മുതൽ സാക്ഷികളായിരുന്നവരോട് താൻ അവരെ, മറ്റു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ജേർണലിസ്റ്റ് എങ്ങനെയാണ് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത്, അതുപോലെ ആദിമ സാക്ഷികളിൽ നിന്ന് ശേഖരിച്ച വിവരമാണ് തൻ്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ലൂക്കോസ് പറയുമ്പോൾ അവിടെയും അതോറിറ്റി ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? കർത്താവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരിലാണ്. അതുപോലെ തന്നെയാണ് പത്രോസിൻ്റെ ലേഖനം, യാക്കോബിൻ്റെ ലേഖനം, ഇതെല്ലാം അപ്പോസ്തലിക ലേഖനങ്ങളുടെ ആ ഒരു പട്ടികയിൽ തന്നെ വരുന്നതാണ്. യോഹന്നാൻ്റെ ലേഖനം. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിനെ ദൈവം നേരിട്ട് വിളിക്കുന്നു. ആ പൗലോസിനോട് കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ 12 ശിഷ്യന്മാരുടെ ഗണത്തിൽപ്പെട്ടവർ പൗലോസിനോട് കൂട്ടായ്മ കാണിക്കുന്നതും പൗലോസിൻ്റെ ആ സുവിശേഷത്തിനെ, ആ പ്രസംഗത്തെയും സന്ദേശത്തെയും അംഗീകരിക്കുന്നതും ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയും പൗലോസിനും വളരെ വ്യക്തമായ ഒരു ആധികാരികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവരിലൂടെ ചെയ്ത അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അവരുടെ ആധികാരികത വളരെ വ്യക്തമായിട്ട് ദൈവം ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അപ്പോസ്തലിക ശുശ്രൂഷയുടെ ഉൽപ്പന്നങ്ങളാണ് പുതിയ നിയമ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത്. കാരണം അവിടെ പൗലോസ് ക്രിസ്തു സംഭവത്തെ വ്യാഖ്യാനിച്ചപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് മറ്റപ്പോസ്തലന്മാരും വ്യാഖ്യാനിച്ചത്, മനസ്സിലാക്കിയതെന്നാണ് പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. ഗലാത്യ ലേഖനത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലും നമുക്ക് ആ ഒരു വസ്തുത എങ്ങനെയാണ് പൗലോസിൻ്റെ സുവിശേഷ സന്ദേശവും ഇതര അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സന്ദേശവും ഒരുപോലെ ഐക്യപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അപ്പോസ്തലിക അധികാരത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പുതിയ നിയമ തിരുവെഴുത്തെങ്കിൽ ആ അപ്പോസ്തലന്മാരെ കർത്താവ് നിയോഗിച്ച നിയോഗത്തിൻ്റെയും ആ അധികാരത്തിൻ്റെയും ഒരു സ്ഥിരമായിട്ടുള്ളൊരു സാക്ഷ്യമായി നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നതാണ് പുതിയ നിയമ തിരുവെഴുത്തുകൾ എന്ന് വളരെ സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്കെൽറ്റൽ ഫ്രെയിംവർക്ക് നമുക്ക് അവിടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതെ. കാരണം ഇതിനെപ്പറ്റി വിവിധമായ ചോദ്യങ്ങളും ഇവരെഴുതിയ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഇവരെഴുതിയ ലേഖനങ്ങൾ, കത്തുകൾ ഇവർ തന്നെയാണോ, ഏതൊക്കെയാണെന്നുള്ള ചോദ്യങ്ങൾ പിന്നീട് വരികയാണെങ്കിൽ പോലും യേശു പുതിയ നിയമ തിരുവെഴുത്തുകളുടെ ആധികാരികതയ്ക്കുള്ള ഒരു മുമ്പ് പറഞ്ഞാൽ ആ ഒരു വഴി അവിടെ തുറന്നു വെച്ചിരിക്കുക എന്നുള്ള പോയിന്റ് ഇപ്പോൾ തന്നെ നമുക്ക് തികച്ചും നിസ്സംശയപൂർവ്വം സമർത്ഥിക്കാൻ കഴിയുന്ന ഒന്നാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ ആ ഒരു രീതി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ ആ ഉടമ്പടിക്ക് ഒരു ഉടമ്പടി സംബന്ധിച്ച ഒരു ഗ്രന്ഥവും ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമായ ആ ഒരു ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ ഒരു ട്രഡീഷൻ, അവരുടെ ഒരു രീതിയുമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു രാജാവ് മറ്റ് ഏതെങ്കിലും പ്രത്യേക പ്രദേശങ്ങളിലുള്ള അധികാരസ്ഥാനീയരായിട്ടുള്ള താൻ നിയോഗിക്കുന്ന ആളുകളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം. അതിനൊരു രേഖയുണ്ടാകും. അപ്പം ഏൻഷ്യൻ നിയർ ഈസ്റ്റിലെ കവണൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ആ കവണൻ്റ് ഉണ്ട്, ആ കവണൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്, ആ കവണൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയുണ്ട്, അതിനൊപ്പം തന്നെ കവണൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അത് ഈ കവണൻറ്റ് ഉടമ്പടി എന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു പരാമർശം കൂടാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകം, അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിലെല്ലാം പല വേദഭാഗങ്ങളിൽ പുറപ്പാട് 24:17, 25:16 ഇങ്ങനെ പല വേദഭാഗങ്ങളിലും ഈ നിയമപുസ്തകം എന്നൊരു പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഏത് ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ്? മോശയുടെ പഞ്ചഗ്രന്ഥിയെക്കുറിച്ചാണ്. അപ്പം ഉടമ്പടി ഉണ്ടെങ്കിൽ ഉടമ്പടി ഗ്രന്ഥങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. പുതിയ നിയമത്തിൻ്റെ കാര്യത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിനെ കുറിച്ച്? അത് പുതിയ ഉടമ്പടിയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ സമയത്ത് കർത്താവ് ഈ പുതിയ കർത്തൃമേശ ശുശ്രൂഷ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കർത്താവ് പറയുന്ന വാക്കുകളിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത് ഒരു പുതിയ ഉടമ്പടിയാണ്. കറക്റ്റ്. അത് നമുക്ക് മത്തായി, മർക്കോസ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും പൗലോസിൻ്റെ 1 കൊരിന്ത്യർ ലേഖനത്തിലും ഈ പുതിയ ഉടമ്പടി സംബന്ധിച്ചിട്ടുള്ള കർത്തൃമേശയുടെ സ്ഥാപനത്തിൻ്റെ സമയത്തെ പരാമർശം കാണാൻ സാധിക്കും. ഈ 2 ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവ തമ്മിൽ പദവ്യത്യാസങ്ങളുണ്ട്, പദങ്ങളിൽ പ്രസ്ഥാനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് മർക്കോസും മത്തായിയും ഒരേ രീതിയിലാണ് ചേർന്ന് നിൽക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്ന പ്രസ്താവനയും പൗലോസിൻ്റെ ലേഖനത്തിൽ കാണുന്ന 1 കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്ന പ്രസ്താവനകളും ഏതാണ്ട് ഒരേ രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഇൻഡിപെൻഡൻറ്റ് ട്രഡീഷൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 2 ഇൻഡിപെൻഡൻറ്റ് ട്രഡീഷൻസിലും വളരെ വ്യക്തമായിട്ട് ഇത് പുതിയ നിയമം ഒരു ഉടമ്പടിയാണെന്നുള്ള വളരെ വ്യക്തമായ ഒരു പ്രസ്താവന, കർത്താവിൻ്റെ പ്രസ്താവന കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം തന്നെയാണല്ലോ പിന്നീട് എബ്രായ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലും പൊതുവിലും
ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടമ്പടിക്ക് പുസ്തകങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിൽ പുതിയ നിയമത്തിൻ്റെ കാര്യത്തിൽ നമ്മളെന്ത് പ്രതീക്ഷിക്കണം? പുസ്തകം ഉണ്ടാവും തന്നെ, പുസ്തകം ഉണ്ടാകും തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാലും ഈ പുതിയ നിയമ തിരുവെഴുത്തുകൾ രചിക്കപ്പെടുക എന്ന് പറയുന്നതും അതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള രീതിയിൽ തന്നെ അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതും ഒരു എന്താ പറയുക, ഒരു സ്വാഭാവികമായൊരു പ്രതീക്ഷ അല്ലേ, സ്വാഭാവികമായൊരു വസ്തുതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ പിന്നീട് ഈ അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ പൗലോസിന്റെ ലേഖനങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്? തിരുവഴുത്തുകളായിട്ട് തന്നെയാണ് താൻ അഭിസംബോധന. താൻ പൗലോസിന്റെ ലേഖനങ്ങൾ, പൗലോസിന്റെ എഴുത്തുകളെ, തിരുവഴുത്തുകളെ, മറ്റു തിരുവഴുത്തുകളെ ആൾക്കാർ ദുർവ്യാഖ്യാനിച്ച് അവരുടെ സതുദ്ദേശത്തിന് വേണ്ടി, സ്വയം ഉദ്ദേശത്തിന് വേണ്ടി വിനിയോഗിച്ചെന്ന് പറയുമ്പോൾ പൗലോസിന്റെ ലേഖനത്തെ വർക്ക് നോക്കി കഴിഞ്ഞിട്ട് മറ്റ് തിരുവഴുത്തുകളെ പോലെ, ശേഷം തിരുവഴുത്തുകളെ പോലെ, അതായത് പൗലോസിന്റെ എഴുത്തുകളെയും തിരുവഴുത്തുകൾക്ക് സമമായിട്ട് താൻ കണക്കാക്കുന്നു എന്ന് അവിടെ വ്യക്തമാകുന്നുണ്ട്. അതെ. അപ്പം ഇത് അവരുടെ അപ്പോസ്തലന്മാരുടെ ജീവകാലത്ത് തന്നെ എഴുതപ്പെട്ട ഒരു വേദഭാഗമാണ്. ബ്രദർ പറഞ്ഞ വേദഭാഗം 2 പത്രോസ് 3-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എന്താണ് ആ ഒരു വേദഭാഗത്തിൽ എന്താണ് പറയുന്നത്? പൗലോസ് ലൂക്കോസിന്റെ പരാമർശം അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന വാക്യം എന്ന് പറയുന്നത്, മെതിക്കുന്ന കാളക്ക് മുഖക്കെട്ട കെട്ടരുതെന്ന് തിരുവെഴുത്ത് പറയുന്നു, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. അപ്പോൾ തിരുവെഴുത്താണ് ഇവിടെ പൗലോസ് ഉദ്ധരിച്ചിരിക്കുന്നത് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ. ഇതിൻ്റെ അകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട് കെട്ടരുതെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതേത് തിരുവെഴുത്താണ്? ആവർത്തന പുസ്തകം 25-ാം അധ്യായം 4-ാം വാക്യം, കാള മെതിക്കുമ്പോൾ അതിന് മുഖക്കെട്ട കെട്ടരുത്. രണ്ടാമതൊരു തിരുവെഴുത്ത് പറയുന്നുണ്ട്, എന്താണ്? വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. ഇതെവിടെയാണ് നമ്മൾ കാണുന്നത്? ഈ തിരുവെഴുത്ത് പഴയ നിയമത്തിൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിലല്ല കാണുന്നത്. അത് വ്യക്തമായി നമ്മൾ നേരിട്ട് ഇതേ രീതിയിലുള്ള പ്രസ്ഥാനം തന്നെ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പറയും, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. ആ വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ എന്നുള്ള തിരുവെഴുത്ത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് പൗലോസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിന് എന്ത് ആധികാരികതയുണ്ടോ, എക്സാക്ട്ലി ദ സെയിം അതോറിറ്റിയാണ് അപ്പോസ്തലനായ പൗലോസ് ലൂക്കോസിന്റെ സുവിശേഷത്തിന് നൽകിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതും പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ഒരു ഭാഗമോ അല്ലെങ്കിൽ സങ്കീർത്തനത്തിലെ ഒരു ഭാഗമല്ല ഉദ്ധരിക്കുന്നത്, സാക്ഷാൽ നിയമപുസ്തകത്തിലെ മോശയുടെ ഗ്രന്ഥങ്ങളെ തന്നെ ഉദ്ധരിച്ച് അതിനോടൊപ്പം തന്നെയാണ് ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ശിഷ്യനല്ലാത്ത ലൂക്കോസിന്റെ ഭാഗത്ത് ഉദ്ധരിച്ച് പൗലോസ് കാണുന്നത്. അതെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം തിരുവെഴുത്താണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തെക്കുറിച്ച് ഗവേഷകന്മാർ പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ രചനയുടെ ഒരു ഉറവിടമായിട്ട് മർക്കോസിന്റെ സുവിശേഷം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സമേഷണ സുവിശേഷങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഈ ഒരു 2 പ്രസ്താവനകളിൽ നിന്ന് മാത്രം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ കാലഘട്ടത്തിൽ, കാരണം യോഹന്നാന്റെ സുവിശേഷം ഈ പ്രസ്താവനകൾ എഴുതുമ്പോൾ രചിക്കപ്പെട്ടിട്ടില്ല. പത്രോസിന്റെയും പൗലോസിന്റെയും മരണത്തിന് ശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം പിന്നീട് ചില ദശകങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം രചിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് യോഹന്നാന്റെ സുവിശേഷം ലഭ്യമല്ല. പക്ഷേ അന്ന് ലഭ്യമായ രചനകളെ, പൗലോസിൻ്റെ രചനകളെ പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷത്തെ പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു. എങ്ങനെ? തിരുവെഴുത്തായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കാര്യം എന്താണ്? അപ്പോസ്തലന്മാരെ കർത്താവ് നിയോഗിച്ചയച്ചു. എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിയോഗിച്ചയച്ചു, അവരെ അധികാരപ്പെടുത്തി അയച്ചു. ഒരു ഉടമ്പടിയാണ് കർത്താവ് സ്ഥാപിക്കുന്നത് എന്നുള്ളതിനെ തന്നെ ഉടമ്പടി പുസ്തകങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ പ്രതീക്ഷ തന്നെയാണ് അപ്പോസ്തലിക രചനകളിൽ നമ്മൾ കാണുന്നത്. ആ പ്രതീക്ഷയുടെ അത് മെറ്റീരിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ അപ്പോസ്തലിക പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട രചനകളെ തിരുവെഴുത്തുകളായി പരിഗണിച്ചിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയ നിയമ പുസ്തകങ്ങളെ തിരുവെഴുത്തുകായി കണക്കാക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് തന്നെ പ്രസക്തമായ വാചകമാണ്. നമുക്ക് എല്ലാവർക്കും സുപരിതമായ വാക്യം, ദൈവശ്വാസ്യമായ തിരുവചനം എന്നുള്ള ആ ഭാഗം, ഡോക്ടറിൻ സ്ക്രിപ്ചർ ദാറ്റ് ഇസ് സൗണ്ട് ഫോർ ഡോക്ടറിൻ റിപ്രൂഫ് കറക്ഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ വേദഭാഗം, അത് അവിടെ മറ്റു കാര്യങ്ങൾ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു പോകല്ല, മറിച്ച് വ്യക്തമായിട്ട് തിരുവെഴുത്തുകൾ എന്താണ്, എന്തിന് ഉപയോഗപ്രദപ്പെടുന്നതാണ്, അല്ലെങ്കിൽ എന്തുദ്ദേശത്തോടെ ഉള്ളതാണ് തിരുവെഴുത്തുകൾ എന്ന് നിസ്സംശയം സ്പഷ്ടതയോടെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഉദ്ദേശ്യമെന്നും അവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ഈ ദൈവാശ്വാസ്യമായ ഗോഡ് ബ്രീത്ത്ഡ് എന്നുള്ള പ്രയോഗം പ്രസക്തമാണ്. അതെ. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞു വന്നത്? ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു താൻ ദൈവപുത്രനാണെന്ന് തൻ്റെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയായിരുന്നു. അങ്ങനെ തന്നെയാണ് കർത്താവ് മനസ്സിലാക്കുകയും തൻ്റെ പ്രസ്താവനകളിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത്. ആ
പ്രസ്താവനകൾ, കർത്താവിൻ്റെ ആ അവകാശവാദം ദൈവദൂഷണമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നത്. ആ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ യേശു ക്രിസ്തു ദൈവപുത്രൻ തെളിയിക്കപ്പെട്ടിരിക്കുന്നു, ചരിത്രപരമായും ആധികാരികമായും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവഴുത്തിനെ കുറിച്ചുള്ള മനോഭാവം എന്താണ്? അത് നമ്മൾ വസ്തുതയായി തന്നെ, സത്യമായി തന്നെ, ആധികാരികമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ പഴയ നിയമത്തെക്കുറിച്ചുള്ള മനോഭാവം അത് ആധികാരികമാണെന്നുള്ളതായിരുന്നു. ദൈവപുത്രൻ പുതിയ നിയമത്തെക്കുറിച്ച് അപ്പോസ്തലന്മാരെക്കുറിച്ച് നടത്തിയ പല പ്രസ്താവനകളും അവർക്ക് നൽകിയ വാഗ്ദത്തങ്ങളും നമ്മൾ ബോധ്യപ്പെടുത്തുന്ന കാര്യം അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലൂടെയും ലഭിക്കുന്ന കാര്യങ്ങൾ തിരുവഴുത്തിനോളം തന്നെ ആധികാരികമായ കാര്യമാണെന്നുള്ളതാണ്. അതങ്ങനെ തന്നെ സ്വാഭാവികമായി ഉടമ്പടിയെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു വീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ രീതിയിൽ തന്നെയാണ് ആദിമസഭ അതിനെ ഗ്രഹിച്ചതും. അപ്പോൾ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ദൈവത്തിൻ്റെ പുത്രൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് ദൈവത്തിൻ്റെ തിരുവഴുത്താണെന്നുള്ള വളരെ വ്യക്തമായ സാക്ഷ്യം, അതിൻ്റെ ആധികാരികതയുടെ സാക്ഷ്യം ദൈവപുത്രനിൽ ദൈവപുത്രനിൽ തന്നെ നമുക്ക് ലഭ്യമാവുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവാണ് ഈ തിരുവഴുത്തിൻ്റെ ആധികാരികതയെ സാക്ഷ്യപ്പെടുത്തുന്ന ആത്യന്തിക ഉറവിടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യമെന്ന് പറയുന്നത്, ഈ ആധികാരികമായ തിരുവഴുത്തിൻ്റെ അതോറിറ്റിയെ സംബന്ധിച്ച് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അതിലേക്കുള്ള ഒരു വാതിലാണ് ബ്രദർ നേരത്തെ പറഞ്ഞ ആ ഒരു വേദഭാഗം എന്ന് പറയുന്നത്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന വേദഭാഗം നമുക്കത് ഒന്ന് ഉദ്ധരിച്ച് വായിക്കാമെങ്കിൽ 2 തിമോത്തിയോസ് 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികജവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പം തിരുവെഴുത്തുകളുടെ അതോറിറ്റി ബേസ് അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ ഇൻസ്പയർഡ് ആണ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സ്പെസിഫിക് വേർഡിങ് അവിടെ വരുന്നുണ്ട്. ദൈവാശ്വാസ്യമായി, ഗോഡ് ബ്രീത്ത്ഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്ന ആ പ്രയോഗം, അതിനൊരു തിയോളജിക്കൽ ഫ്രെയിംവർക്കിൻ്റെ ഒരു ബിൽഡപ്പാണ് അവിടെ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് തിരുവെഴുത്തുകളിലെ ഉദ്ദേശ്യം എന്താണ് എന്നുള്ളതും കൂടി അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തന്നെ വീണ്ടും അപ്പോസ്തലന്മാരെ തിരുവെഴുത്തുകൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം നമുക്കിവിടെ ലഭ്യമാവുകയാണ്. അതെ, തിരുവെഴുത്തുകളെ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. അത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിലഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇതുപോലെ തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് തിരുവെഴുത്തിനെ കുറിച്ച് പറയുന്നത്. പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് ആ മുഴുവൻ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം അവിടെ പത്രോസ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അപ്പോൾ യേശുക്രിസ്തു ആരാണെന്നുള്ള ബോധ്യത ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചത് എവിടെ നിന്നാണ്? ഞങ്ങളുടെ നേർസാക്ഷ്യമാണ്, ഞങ്ങളതിന് ദൃക്സാക്ഷികളാണ്, ഞങ്ങളുടെ അനുഭവമാണ്, ഞങ്ങൾ കണ്ടതാണ് എന്നാണ് പത്രോസ് പറയുന്നത്. എന്നാൽ താഴേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? അവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഉയർന്ന ശബ്ദമെല്ലാം ഉദ്ധരിച്ചിട്ട് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, 19-ാം വാക്യത്തിൽ എന്താണ് പത്രോസ് പറയുന്നത്? പ്രവാചകവാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പം തങ്ങൾ ദൈവത്തിനെക്കുറിച്ച് അറിയിച്ച കാര്യങ്ങൾ തങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പത്രോസ് പറയുകയാണ്, നോക്കൂ, അതിനേക്കാൾ സ്ഥിരമായ, അധികം സ്ഥിരമായ ഒരു സാക്ഷ്യമുണ്ട്. ആ അധികം സ്ഥിരമായ സാക്ഷ്യം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പ്രവാചക വാക്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ നോക്കുക, അപ്പോസ്തലിക അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, അത് എത്രത്തോളം ആധികാരികമാണ്. എന്നാൽ അപ്പോസ്തലൻ തൻ്റെ അനുഭവത്തെക്കാൾ ആധികാരികമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? തിരുവെഴുത്തുകളെയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അപ്പോസ്തലിക അനുഭവങ്ങളാണ് പുതിയ നിയമത്തിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ അത് തിരുവെഴുത്ത് തന്നെയാണ്. പക്ഷേ അത് തിരുവെഴുത്തായി ഇൻസ്ക്രിപ്ചറേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ അനുഭവത്തിനേക്കാൾ അധികം സ്ഥിരമായി എന്ന് പറഞ്ഞുള്ള പ്രയോഗത്തിലൂടെയാണ് തിരുവെഴുത്തിൻ്റെ ആധികാരികതയെ അപ്പോസ്തലനായ പത്രോസ് ഉറപ്പിക്കുന്നത്. അപ്പോൾ തിരുവെഴുത്തിൻ്റെ ആധികാരികത എങ്ങനെയാണ് അപ്പോസ്തലന്മാർ കണ്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയും നമ്മൾ കാണുന്നത് പ്രവചനമൊന്നും ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കണ്ടത് ദൈവശ്വാസീയമായ തിരുവെഴുത്തുകൾ. അപ്പോൾ ഈ ദൈവശ്വാസീയമായ തിരുവെഴുത്തുകൾ
ആ ദൈവശ്വാസീയമായ തിരുവെഴുത്തുകൾ എന്നുള്ള ആ വസ്തുതയുടെ ഒരു റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു എന്താ പറയുക, അത് ചൂണ്ടിക്കാണിക്കുന്നൊരു സ്വാഭാവികമായൊരു വസ്തുതയാണ് തിരുവെഴുത്തുകളുടെ അബദ്ധരാഹിത്യം എന്ന് പറയുന്നത്. അതിപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തിരുവെഴുത്തുകൾ ഇൻസ്പയർഡ് ആണെങ്കിൽ, ഡിവൈൻലി ഇൻസ്പയർഡ് ആണെങ്കിൽ, അതിൻ്റെ ഒരു കോറിലറി, ഒരു കോൺസിക്വൻ്റ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ് അബദ്ധരാഹിത്യം എന്നുള്ളത്. കാരണം അതിനെ ഒരു ആർഗ്യുമെൻ്റ് രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ, ദൈവം ഒരിക്കലും കളവ് പറയത്തില്ല, ദൈവവചനം ദൈവം പറഞ്ഞതാണ്, അങ്ങനെയെങ്കിൽ ദൈവവചനത്തിലും കളവ് അല്ലെങ്കിൽ അസത്യം കാണുവാൻ സാധിക്കുകയില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് തിരുവെഴുത്തിൽ ഇപ്പോൾ പറഞ്ഞില്ല അബദ്ധരാഹിത്യം, ഇൻഹെറൻസി, ഇൻഫാലിബിലിറ്റി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്സ് തിരുവെഴുത്തിലേക്ക് നൽകപ്പെടുന്നത്. തിരുവെഴുത്തുകളെ പറ്റി ഒരാൾ വിശകലനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു അക്രൈസ്തവൻ തിരുവെഴുത്തുകളെ, ക്രൈസ്തവ തിരുവെഴുത്തുകൾ നോക്കുമ്പോൾ തന്നെ ഇൻസ്പിറേഷനേക്കാൾ, ഡിവൈൻ ഇൻസ്പിറേഷനേക്കാൾ തന്നെ കൂടുതൽ അലട്ടുന്നത്, അല്ലെങ്കിൽ താൻ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നതും ഈ ഇന്നറൻസി എന്നുള്ള ഒരു ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള നമ്മുടെ സമയത്ത് നമ്മൾ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പോകുന്നത്. ഡിവൈൻ ഇന്നറൻസി എങ്ങനെ മനസ്സിലാക്കണം, അതെങ്ങനെ പ്രസക്തമാണ് എന്നുള്ളത്. കാരണം വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ, വ്യാഖ്യാനങ്ങൾ തമ്മിൽ നോക്കുമ്പോൾ, വ്യാഖ്യാനിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ, ഇപ്പോൾ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ടെങ്കിൽ, പ്രകൃതിയെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ടെങ്കിൽ, ചരിത്ര സംഭവങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ടെങ്കിൽ, അവിടെയൊക്കെ അബദ്ധരാഹിത്യമുള്ളതാണോ, അത് തിരുവെഴുത്തുകളിൽ അബദ്ധം കാണുമോ എന്നുള്ളതൊക്കെ പലരെയും അലട്ടുന്നൊരു ചോദ്യവും, പലരും അവരുടെ വിശ്വാസത്തിൻ്റെ പലപ്പോഴും തെറ്റിദ്ധാരണയുള്ള മൂലക്കല്ലായിട്ട് മുറുകെ പിടിക്കുന്ന ഒരു ഡോക്ടറിനായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഭാഗമാണ് ബിബ്ലിക്കൽ അതോറിറ്റിയെ പറ്റി നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടത്? ആദ്യം നമുക്ക് തിരുവെഴുത്തിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും നമ്മൾ നേരത്തെ തന്നെ പരാമർശിച്ച ഒരു പ്രസ്താവനയും പഴയ നിയമത്തിലെ മറ്റൊരു പ്രസ്താവനയും കൂടി പരിശോധിച്ച് ആ ഇന്നറൻസി എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് നമുക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളിൽ 19-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അതൊരു ഇന്നറൻസിയുടെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ ദൈവശ്വാസീയതയുടെ ഒരു കോർലറിയാണ് ഇന്നറൻസി, ഇൻസ്പിറേഷൻ്റെ ഒരു കോർലറിയാണ് ഇന്നറൻസി. അപ്പോൾ തന്നെ ഇത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. ഇതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ പ്രസ്താവന, തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. അപ്പോൾ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവെഴുത്തിൽ അങ്ങനെ ചില വ്യക്തികളെ ദേവന്മാർന്ന് വിളിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ഒരു ഉപദേശം, കർത്താവിനെ കുറിച്ചുള്ള ഒരു ഉപദേശം വ്യക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അപ്പം അതവിടെ നീക്കം വന്ന് കൂടായല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവില്ലല്ലോ, തിരുവെഴുത്ത് തെറ്റിപ്പോവില്ല. അങ്ങനെയാണെങ്കിൽ അത് സത്യമാണ്, അങ്ങനെയാണെങ്കിൽ ഇതും സത്യമാണ്. ഇതാണ് കർത്താവിൻ്റെ ആ ആർഗ്യുമെൻറ്റിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്രസ്താവനകൾ വളരെ കൃത്യമായിട്ട് നമ്മളെ ബോധ്യപ്പെടുന്നത് തിരുവെഴുത്തിൻ്റെ അബദ്ധരാഹിത്യം എന്ന് പറയുന്നത് വളരെ കോറായിട്ടുള്ളൊരു ഡോക്ട്രിനൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് ഈ തിരുവെഴുത്തിൻ്റെ അബദ്ധരാഹിത്യം എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനം എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതെ, ഇന്നറൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇതിന് നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രസക്തി എന്നുള്ളത്, തിരുവെഴുത്തിൽ പല ജോൺറിൽ, പല ശൈലിയിൽ തിരുവെഴുത്തിൽ പല ഭാഗങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ന്യായപ്രമാണ ഭാഗങ്ങളിലൊക്കെ ഒരു ശൈലി കാണുന്നു. നമ്മൾ സങ്കീർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക ശൈലി, പ്രവാചകന്മാരുടെ ഭാഗങ്ങളിൽ പ്രവാചക ശൈലി, പിന്നെ നമ്മൾ പുതിയ നിയമത്തിൽ തന്നെ വരുമ്പോൾ തന്നെ ലേഖനങ്ങളുടെ ശൈലിയുണ്ട്, ദൃസാക്ഷി മൊഴികളുടെ ശൈലിയുണ്ട്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ ഒരു അപ്പോക്രിഫിക്കൽ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ തിരുവെഴുത്തിൽ പലയിടത്ത് പല എഴുത്ത് ശൈലികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ എഴുത്ത് ശൈലികളുടെ വെളിച്ചത്തിൽ വൈവിധ്യമാർന്ന രീതിയിൽ തിരുവെഴുത്തിൻ്റെ പല ഭാഗങ്ങൾ എഴുതപ്പെടുമ്പോൾ നമ്മൾ ഇവിടെ അബദ്ധരാഹിത്യമുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് പലപ്പോഴും ഒരു വുഡൻ ലിറ്ററലിസം, അതായത് തികച്ചും ഇങ്ങനെ എഴുതി അത് അങ്ങനെ തന്നെയാണ് എന്ന് പിടിക്കുന്ന ഒരു അബദ്ധ നിലപാട് പലപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഫിഗറേറ്റീവായിട്ട് നമ്മുടെ ഭാഷാ ശൈലിയിലൊക്കെ തന്നെ നമ്മൾ പല കാര്യങ്ങളെ വിവരിക്കുമ്പോൾ
ഫിഗറേറ്റീവായിട്ട് വിവരിക്കുന്ന ഒരു പ്രയോഗശൈലിയുണ്ട്. അത് നമ്മൾ എക്സാക്ട്ലി ഞാൻ പറയുന്ന ഓരോ വാചകങ്ങൾ അതേപോലെ നിവർത്തിച്ചു എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ ആശയ കൈമാറ്റത്തിന് വേണ്ടി ഒരു എക്സ്പ്രഷൻ സ്റ്റൈലായിട്ടാണ് നമ്മളതിന് ഉപയോഗിക്കുന്നത്. കാവ്യഭാഷയിലൊക്കെ ആ ഒരു അലഗോറിക്കലും സിമിലാരിറ്റീസ് പോലെയുള്ള പ്രയോഗശൈലി ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഒരാളെ നോക്കിയിട്ട് നിൻ്റെ മുഖം ചന്ദ്രനെ പോലെയാണെന്ന് പറയുമ്പോൾ നിൻ്റെ മുഖത്തിൽ ക്രേറ്റേഴ്സും ലൂണാർ ലാൻഡിങ്ങിൻ്റെ റിമീൻസും ഉണ്ട് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ ചന്ദ്രനെ പോലെയാണെന്ന് പറയുമ്പം അവിടെ ഒരു ഫിഗറേറ്റീവ് സ്റ്റൈലാണ് വരുന്നത്. ആ സ്റ്റൈലും ഒരു ജോൺറെ അവിടെ പ്രയോഗപ്പെടുത്തി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഞാൻ ആ പ്രസ്താവന വാചകത്തെ തികച്ചും ലിറ്ററലായിട്ട് എടുക്കും. അപ്പം നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും, നമ്മുടെ പ്രയോഗശൈലിയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സംഭവമാണ്. പക്ഷേ ഇത് തന്നെ തിരുവെഴുത്തിൻ്റെ ഭാഗങ്ങളിലും തികച്ചും പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നറൻസിയെ പല രീതിയിൽ ഉള്ള അണ്ടർസ്റ്റാൻഡിങ് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രസക്തമായിട്ട് നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുന്നത് ചിക്കാഗോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇന്നറൻസിയാണ്. ചരിത്രത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇന്നറൻസിയെ എങ്ങനെ നോക്കിക്കാണണം, അബദ്ധരാഹിത്യത്തെ എന്ന ഉപദേഷ്ടത്തെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ളത്. അതിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവരുടെ ഷോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഭാഗത്ത് അവർ ഇങ്ങനെയാണ് പറയുന്നത്: ഹോളി സ്ക്രിപ്ചർ ബീയിങ് ഗോഡ്സ് ഓൺ വേർഡ് റിട്ടൺ ബൈ മെൻ prepared and superintended by his spirit is of infallible divine authority in all matters upon which it touches. It is to be believed as God's instruction in all that it affirms, obeyed as God's command in all that it requires, embraced as God's pledge in all that it promises. അങ്ങനെ തിരുവെഴുത്തുകൾ പരാമർശിക്കുന്ന ഭാഗങ്ങളെ നോക്കുമ്പോൾ അത് ദൈവികമായ ഒരു ഇൻഫാലിബിലിറ്റി, അതായത് അബദ്ധരാഹിത്യം മാത്രമല്ല, അബദ്ധങ്ങൾ വന്നുകൂടായ്മ, ഇൻഫാലിബിലിറ്റി എന്നുള്ള ആ ഒരു അതോറിറ്റി അതിനുണ്ട്. അത് അഫേം ചെയ്യുന്നതിൽ, സ്ഥാപിക്കുന്ന കാര്യങ്ങളത്തെല്ലാം ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ അതിൽ നിശബ്ദമായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഡിമാൻഡ് ചെയ്യുന്നതിൽ, റിക്വയർ ചെയ്യുന്ന ഭാഗങ്ങളിനകത്ത് അത് ദൈവിക കൽപ്പനയായിട്ട് നമ്മളതിനെ കാണുന്നു. പിന്നെ എംബ്രേസ്ഡ് ആസ് ഗോഡ്സ് പ്ലെഡ്ജസ്, തിരുവെഴുത്തുകൾ നൽകുന്ന പ്രോമിസസ്, അതിലെല്ലാം ദൈവത്തിൻ്റെ പ്ലെഡ്ജായിട്ട്, വാഗ്ദത്തമായിട്ടും നമ്മളതിനെ കാണുന്നുള്ളത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതിന് വ്യത്യാസം കാണുന്നത്, തിരുവെഴുത്തിലെ പല ഭാഗങ്ങൾ എല്ലാം പ്രോമിസസ് എന്ന് പറയുന്നില്ല, എല്ലാം റിക്വയർമെൻ്റ് എന്ന് പറയുന്നില്ല. പക്ഷേ അതിലൊരു ഫണ്ടമെൻ്റൽ അതോറിറ്റി അതിനുണ്ട്. തിരുവെഴുത്ത് പരാമർശങ്ങൾ എല്ലാത്തിനും പിന്നെ ഒരു അതോറിറ്റി ഉണ്ട്. പക്ഷേ ആ പരാമർശങ്ങൾ ചിലത് വാഗ്ദത്തങ്ങളായിരുന്നേക്കാം, ചിലത് കൽപ്പനകളായിരുന്നേക്കാം. അതിന് ഓരോ രീതിയിലാണ് നമ്മളതിനെ കാണുന്നത്, അല്ലെങ്കിൽ ഓരോ രീതിയിൽ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്നതിന് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ വളരെ വ്യക്തമാണ്. ഇതിൽ ഏറ്റവും പ്രസക്തമായി എടുത്തിരിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ ഈ ചിക്കാഗോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇന്നറൻസിയെ ഒറ്റ വാചകത്തിൽ പലരും വേദപഠിതാക്കളും വിദഗ്ധന്മാരൊക്കെ അതിന് ചുരുക്കുമ്പോൾ അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, സ്ക്രിപ്ചർ ഈസ് ഇന്നറൻറ്റ് ഇൻ ഓൾ ദാറ്റ് ഇറ്റ് ടീച്ചേഴ്സ്. അതായത് തിരുവെഴുത്തുകൾ എന്തൊക്കെ പഠിപ്പിക്കുന്നുവോ അതിൽ തിരുവെഴുത്ത് അബദ്ധരാഹിത്യമുള്ളതാണ് എന്നൊരു ഡിസ്റ്റിങ്ഷൻ. പക്ഷേ ഈ നിലപാട് തന്നെയാണോ എല്ലാവരും കൈക്കൊള്ളുന്നത്? അല്ല, ഈ തിരുവെഴുത്തിൻ്റെ അബദ്ധരാഹിത്യം എന്ന് പറയുന്ന ആ ഉപദേശം, പ്രത്യേകിച്ചും നമ്മളൊരു ഇവാഞ്ചലിക്കൽ ലോകത്തെടുത്താൽ തന്നെ അതിൻ്റെ നിർവചനത്തിൽ പല വേരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല നിലകളിൽ അതിനെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൈവശാസ്ത്ര ചർച്ചകളിൽ ഇന്നറൻസിക്ക് പലതരത്തിലുള്ള നിർവചനങ്ങൾ സുവിശേഷ വിഹിത സഭകളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ പൊതുവിൽ അതിനെ മനസ്സിലാക്കുമ്പോൾ ഒരു കോമൺ മിനിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ളതും ഏറ്റവും ചുരുക്കമായിട്ടുള്ളതായിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത് ബ്രദർ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. തിരുവെഴുത്ത് എന്താണോ പഠിപ്പിക്കുന്നത് അതിലെല്ലാം തിരുവെഴുത്ത് അബദ്ധരഹിതമാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും ഈ വ്യത്യസ്ത വിഭാഗങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള നിർവചനങ്ങൾ ഇനറൻസിക്കുണ്ടെങ്കിലും തിരുവെഴുത്തിൻ്റെ അബദ്ധരാഹിത്യത്തിനുണ്ടെങ്കിലും ഇതിലെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നൊരു കാര്യമാണ്, തിരുവെഴുത്ത് എന്താണോ പഠിപ്പിക്കുന്നത് അത് അബദ്ധരഹിതമാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവെഴുത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ ഭാഗങ്ങൾ, ഇപ്പം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം തിരുവെഴുത്തായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് തിരുവെഴുത്തിൽ നിന്ന് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എന്താണ് ഇൻസ്പിറേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അത് തന്നെയാണ് ഇനറൻസിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇൻസ്പിറേഷനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് എന്താണ്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്താണ്? അതാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് എന്താണെന്ന് പറയുന്നത്, ഈ തിരുവെഴുത്തുകളെല്ലാം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. എന്ന് പറഞ്ഞാൽ ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യസനത്തിന്, ഇതിനെല്ലാത്തിനും തിരുവെഴുത്ത്
പ്രയോജനമുള്ളതാകുന്നു. എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് എന്ത് ഉദ്ദേശത്തോടെയാണോ ദൈവം നൽകിയിരിക്കുന്നത്, തിരുവെഴുത്തിലെ ഓരോ ഭാഗങ്ങളും എന്ത് ലക്ഷ്യത്തോടു കൂടെയാണോ ദൈവം നൽകിയിരിക്കുന്നത്, ആ ലക്ഷ്യത്തെ മുൻനിർത്തി അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ, കാരണം ഉപദേശം, ശാസനം, ഗുണീകരണം എന്ന് പറയുന്നത് സഭയിലെ ശുശ്രൂഷകന്മാർ ചെയ്യുന്ന പ്രവർത്തികളാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തിരുവെഴുത്ത് വായിക്കുമ്പോൾ അത് നമ്മൾ ഉപദേശിക്കുന്നുണ്ട്, അതിന് നമ്മളെ ഗുണീകരണത്തിലേക്ക് നയിക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഈ യഥാർത്ഥത്തിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ പ്രവൃത്തി നേരിട്ട് ചെയ്യുന്നത് സഭയിൽ ദൈവം നൽകിയിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരാണ്. അപ്പോൾ തിരുവെഴുത്തുകൾ മാത്രമല്ല, സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഉപദേഷ്ടാക്കന്മാരെ കൂടി കർത്താവ് നൽകിയിട്ടുണ്ട്. നമുക്ക് എഫെസ്യ ലേഖനത്തിലെല്ലാം കാണാൻ സാധിക്കും. സഭയെ നടത്താൻ വേണ്ടിയിട്ട് ദൈവം നൽകിയിട്ടുള്ള ഉപദേഷ്ടാക്കന്മാർ. അപ്പം ഈ ഉപദേഷ്ടാക്കന്മാർ തിരുവെഴുത്തുകളെ ദൈവം തിരുവെഴുത്തുകൾ നൽകിയ ഉദ്ദേശത്തിനനുസൃതമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ലക്ഷ്യം അബദ്ധരഹിതമായ നിലയിൽ തിരുവെഴുത്ത് നിർവഹിക്കും എന്നാണ് തിരുവെഴുത്തിൻ്റെ അബദ്ധരാഹിത്യത്തിനെ കുറിച്ചുള്ള ഏറ്റവും ചുരുക്കമായൊരു നിർവചനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം ഇതിന് ഞാൻ പറഞ്ഞല്ലോ പല വേരിയേഷൻസ് ഉണ്ടെന്ന്. അപ്പം അതിൻ്റെ അകത്ത് ചില ആളുകൾ ഒരു പക്ഷേ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അതിന് ആ രീതിയിലുള്ള അബദ്ധരാഹിത്യം നൽകണമോ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ അവർ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് തിരുവെഴുത്ത് നൽകിയിരിക്കുന്നത് ശാസ്ത്രം പഠിപ്പിക്കാനല്ല. തിരുവെഴുത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ നൽകിയിരിക്കുന്ന ഭാഗങ്ങളിലൂടെ ഈ ഉപദേശം, ശാസനം, നീതിയിലെ അഭ്യസനം, ഇത്തരം കാര്യങ്ങളാണ്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാനെന്നാണ് തൊട്ട് മുകളിലുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുമ്പോൾ വായിക്കുന്നത്. അപ്പം അതാണ് തിരുവെഴുത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ശാസ്ത്രമേഖലയെ സ്പർശിക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ അതിൻ്റെ ശാസ്ത്രീയമായ ആധികാരികത തിരുവെഴുത്തിൻ്റെ അബദ്ധരാഹിത്യത്തെ ബാധിക്കുന്നൊരു കാര്യമല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അവർ പോലും അംഗീകരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത എന്താണ്? തിരുവെഴുത്ത് ദൈവം നൽകിയിരിക്കുന്ന ഉദ്ദേശത്തിന് വേണ്ടി വ്യാഖ്യാനിച്ച് ഉപയോഗിക്കുമ്പോൾ അതതിൻ്റെ പ്രവൃത്തി തെറ്റുകൂടാതെ നിർവഹിക്കും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആ ചിക്കാഗോ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ വായിച്ചു വന്നപ്പോൾ ഒരു ഭാഗമുണ്ട്, ഇറ്റ് ഈസ് ഇന്നർ ഇൻ ഓൾ ദ ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്നത് എല്ലാം അബദ്ധരാഹിത്യമുള്ളതാണെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, ഓക്കെ, അപ്പോൾ തിരുവെഴുത്ത് ഏതൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എവിടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എല്ലാം പഠിപ്പിക്കുന്നതാണോ അല്ലെന്നൊരു ചോദ്യം വരും. അവിടെയാണ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം അതിൻ്റെ ഇൻഡിപെൻഡൻസിയിൽ അതിനെ ഓരോന്നും നമ്മളെടുത്ത് അനലൈസ് ചെയ്യണമെന്ന് പ്രസക്തി വരുന്നത്. ഒരു പുതപ്പ് വിരിക്കുന്ന പോലെ തിരുവെഴുത്തിന് മൊത്തം ഒറ്റയടിക്ക് ഈ ഇന്നറൻസി അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ഭാഗത്തൊരു വ്യത്യാസം വന്നു അതുകൊണ്ട് തിരുവെഴുത്ത് മൊത്തം തെറ്റുള്ളതാണ്, ഒരിക്കലും ദൈവവിശ്വാസ്യമല്ല എന്ന് അക്രൈസ്തവരൊക്കെ പലരും അതിനെ വിമർശിച്ച് പിടിക്കുന്ന നിലപാടും കൈക്കൊള്ളാൻ സാധിക്കുന്നതല്ല. അതിനെ എവിടേക്കാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്, തിരുവെഴുത്ത് പറയുന്ന ഭാഗങ്ങൾ ഏതൊക്കെ ഏത് ജോൺറയിൽ വരുന്നതാണ്, കാവ്യഭാഷയാണോ പ്രവചനശൈലിയാണോ എന്നൊക്കെ അതിനെ സ്പെസിഫിക് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇന്നറൻസി എങ്ങനെയൊക്കെ ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് മനസ്സിലാവാൻ സാധിക്കുന്നത്. പലപ്പോഴും ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ രചനാശൈലി എന്നുള്ളത്. അതായത് ഈ ഞാൻ ചോദിക്കുന്നത്, ഈ തിരുവെഴുത്ത് നമ്മൾ അക്ഷരീകമായി വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ പലരും ഉദ്ദേശിക്കുന്ന എഴുതിയിരിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ എന്താണ് ഈ അക്ഷരീക, ഒരു ഭാഗത്തെ എങ്ങനെ നമ്മൾ അക്ഷരീകമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ വായിച്ച് അതിൽ പറയും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതാണോ, അതോ അതിൻ്റെ രചനാശൈലി മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നതാണോ? ശരിക്കും ചെയ്യേണ്ട രീതി ആ രചനാശൈലി നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഒരാളുടെ മുഖത്തെ കാവ്യഭാഷയിൽ വർണ്ണിക്കുമ്പോഴുള്ള പോലത്തുള്ള പ്രശ്നങ്ങൾ കടന്നു വരും. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, നമ്മൾ പൊതുവേ കാവ്യഭാഷയും മറ്റുമൊക്കെ വായിക്കുമ്പോൾ നമുക്കിത് ലിറ്ററൽ അല്ല, ഫിഗറേറ്റീവാണ്. ഫിഗറേറ്റീവ് ആണെങ്കിൽ പോലും ഫിഗറേറ്റീവായിട്ട് മുന്നോട്ട് വെക്കുന്ന ആശയം സത്യമാണ് അല്ലെങ്കിൽ ആശയം പ്രസക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുവേ നമ്മൾ മറ്റുള്ള കൃതികൾ നോക്കുമ്പോൾ മുറുകെ പിടിക്കുന്ന ഒരു നിലപാടാണ്. ഇപ്പോൾ ചങ്ങമ്പുഴയുടെയൊക്കെ കവിത വായിക്കുമ്പോൾ അതിന് ചില ഫിഗറേറ്റീവായിട്ട് താൻ പറഞ്ഞ ഭാഗങ്ങളെ ഫിഗറേറ്റീവാണ്, പക്ഷേ എങ്കിലും താൻ അവിടുത്തെ സന്ദർഭത്തെ വിവരിക്കുകയാണ്, ആ സന്ദർഭ വിവരണം അപ്പോഴും ശരിയാണ് എന്ന് പൊതുവെ നമ്മൾ മുറുകെ പിടിക്കുന്നതാണ്. പക്ഷേ തിരുവെഴുത്തുകളിലേക്ക് വരുമ്പോഴാണ് ഈ ജോൺറെ ഓരോ രചനാശൈലിയെ ഒട്ടും ഗൗനിക്കാതെ, അത് വിശ്വാസികളുടെ ഇടയിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അവിശ്വാസികളുടെ ഇടയിൽ നമ്മളത് പലപ്പോഴും കാണാറുണ്ട്, ആ രചനാശൈലി ഒട്ടും ഗൗനിക്കാതെ ഒറ്റ രീതിയിൽ എല്ലാ ഭാഗങ്ങളെയും ഒരേപോലെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു തത്രപ്പാട്. അവിടെ ഇപ്പം രനീഷ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഉദ്ദേശ്യം എന്താണ്, ആ ഭാഗം കൊണ്ടുള്ള ഉദ്ദേശ്യം, അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് അതിനെ കൂടുതൽ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഇപ്പോൾ എടുത്ത് രനീഷ് മുമ്പ് ഉദ്ധരിച്ച ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു, ഈ ആക്യുറസി. അതെ, ഒരു കാര്യത്തെ പറ്റിയുള്ളൊരു ആക്യുറസി നമ്മൾ എങ്ങനെ നോക്കി കാണണം എന്നുള്ളത്. അത് പലപ്പോഴും ഈ ബിബ്ലിക്കൽ കോൺട്രഡിക്ഷനെ പറ്റിയൊക്കെ വരുമ്പോഴൊക്കെ ആൾക്കാർക്ക് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. അതൊന്നും പറഞ്ഞാൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് ഒന്ന് നീങ്ങാം. അതെ, കാരണം ഈ ഭാഗം ഒന്നും നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ എന്താണ് കൃത്യത? കൃത്യത എന്ന് പറയുന്നതിൻ്റെ നിർവചനം എന്താണ്? ഇപ്പം ഞാനൊരു ഉദാഹരണം പലപ്പോഴും ചിന്തിക്കാറുള്ളത്,
ഇപ്പം ഞാൻ പറയണേ, എൻ്റെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം 26 കിലോമീറ്ററാണ് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അത് എത്രത്തോളം കൃത്യതയുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ ഉദ്ദേശത്തിനനുസരിച്ച് അത് കൃത്യതയുള്ളതാണ്. 26 കിലോമീറ്റർ അത് നിങ്ങൾ കൃത്യമായിട്ട് അളന്നു നോക്കിയാൽ ചിലപ്പോൾ 26 കിലോമീറ്റർ 500 മീറ്റർ 50 സെൻറ്റിമീറ്റർ ഇത്ര മില്ലിമീറ്റർ എന്നുള്ള അളവിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം നിങ്ങൾ പറയുകയാണ് ഡെനീഷ് നുണ പറഞ്ഞു എന്ന് പറയൂ. ഇല്ല, എന്താ പറയാത്തത്? കാരണം അവിടുത്തെ ഉദ്ദേശ്യം ഏകദേശം ഒരു ദൂരം പറയുക, അല്ലെങ്കിൽ എന്തുമാത്രം തമ്മിൽ ദൂരം ഉണ്ടെന്നുള്ളൊരു രൂപരേഖ കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് പൊതുവേ നമ്മൾ അതിനെപ്പറ്റി ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്. അതെ, മറിച്ച് ഞാനൊരു സ്ഥല വിൽപ്പനയ്ക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു സ്ഥല വിൽപ്പന സ്ഥലത്തിൻ്റെ നീളവും വീതിയും രേഖപ്പെടുത്തുകയാണ്. അവിടെ ഞാൻ ഇപ്പോൾ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിനെ കുറിച്ച് ഇത് 1 കിലോമീറ്റർ ചുറ്റളവ് അല്ല 1 കിലോമീറ്റർ വീതിയും 1 കിലോമീറ്റർ നീളമുള്ളതാണെന്ന് പറയുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് 1 കിലോമീറ്റർ 250 മീറ്റർ ആണെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞത് സത്യമാണോ വ്യാജമാണോ? വ്യാജമാണ്. കാരണം എന്താണ്? അവിടെ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്ന കൃത്യത എന്ന് പറയുന്നത് വളരെ കൃത്യതയാണ്. കാരണം അതൊരു സ്ഥല വിൽപ്പനയാണ്. അപ്പം ഇത് രണ്ടിടത്ത് ഞാൻ പറഞ്ഞത് ഒരേ രീതിയിൽ തന്നെയാണ്, ഏകദേശ കണക്കാണ്. പക്ഷെ ഒരിടത്ത് ഏകദേശ കണക്കെന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആണ്, സ്വീകാര്യമാണ്. മറ്റൊരു ഭാഗത്തേക്ക് പറയുമ്പോൾ ഏകദേശ കണക്കെന്ന് പറയുന്നത് വഞ്ചനയാണ്. അപ്പം ഇത് കൃത്യത എന്ന് പറയുന്നത് അത് എന്തുദ്ദേശത്തിനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കൃത്യതയുടെ അളവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തിരുവെഴുത്ത് നൽകിയിരിക്കുന്നത് ഈ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനുമാണ്. അപ്പോൾ തിരുവെഴുത്ത് മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രസ്താവനകൾ ഒരേ പ്രസ്താവനകളെ തന്നെ ചെറിയ ചില വേരിയേഷൻസോടുകൂടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ്? അത് ലഭ്യമായിരിക്കുന്ന ആ ബയോഗ്രഫി, യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളെ കൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യം നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യമായ കൃത്യതയാണ് അവിടെ കാണുന്നത്. ആ ഒരു കൃത്യത നമുക്ക് അനുവദനീയമാണ്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഒരു പ്രസ്താവന മറ്റുള്ളവർ ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പാരാഫ്രൈസ് ചെയ്തൊക്കെ ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ ആ പാരാഫ്രൈസ് ചെയ്യുന്നത് നമുക്കൊരിക്കലും ഓക്കെ അയാൾ കള്ളത്തരം കാണിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് കോടതിയിലൊരു പ്രതിയെ വിചാരണ ചെയ്യുമ്പോൾ അയാൾ പറയുന്ന ഓരോ വാക്കിനും പ്രസക്തിയുണ്ട്, അല്ലേ? ചെറിയൊരു വ്യത്യാസത്തിലായിരിക്കും അയാൾ പറയുന്ന കള്ളമാണ് സത്യമാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പം അവിടെ ലക്ഷ്യം വെക്കുന്ന ഒരു കൃത്യതയല്ല ഒരു ജേർണലിസ്റ്റ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു പ്രസ്താവന കോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ അകത്തുള്ള സന്ദേശമാണ് യഥാർത്ഥത്തിൽ അവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. ആ കൃത്യമായിട്ടുള്ള വാക്കുകൾ അതേ ഘടനയിൽ തന്നെ ആവർത്തിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം എന്ന് പറയുന്നത് പോലെയാണ് ആ കൃത്യത എന്ന് പറയുന്നൊരു കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ തിരുവെഴുത്തിൻ്റെ ദൈവശാസ്ത്രീയത എന്ന് പറയുന്നത്, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നോക്കൂ, അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ നമുക്ക് ചില ഭാഗങ്ങൾ അത്ര ആധികാരികമല്ല എന്നാണ്, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഇപ്പം ശാസ്ത്രീയം അല്ലാത്ത കാര്യങ്ങളുണ്ട്, അപ്പോൾ ആ ഭാഗങ്ങൾ ആധികാരികമല്ല, മറ്റു ഭാഗങ്ങളാണ് ആധികാരികം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് തികഞ്ഞൊരു തെറ്റിദ്ധാരണയാണ്. കാരണം തിരുവെഴുത്തിൻ്റെ ആധികാരികത നമ്മളതിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. തിരുവെഴുത്തിൻ്റെ ആധികാരികത, അതായത് തിരുവെഴുത്തിൻ്റെ ദൈവവിശ്വാസ്യത എന്ന് പറയുന്നത് നമ്മൾ യാഥാസ്ഥിതിക വീക്ഷണത്തിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അതൊരു പ്ലീനറി ആൻഡ് വെർബൽ ഇൻസ്പിറേഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്തിലെ ചില ഭാഗങ്ങൾ മാത്രമല്ല. ചിലർ പറയാറുണ്ട് തിരുവെഴുത്ത് ദൈവവചനമാണെന്നല്ല ഞാൻ പറയുന്നത്, തിരുവെഴുത്തിൻ്റെ ഉള്ളിൽ ദൈവവചനം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിൻ്റെ ഉള്ളിൽ ദൈവവചനം അല്ലാത്ത വേറെ എന്തൊക്കെയോ കൂടി ഉണ്ടെന്നുള്ളതാണ് അവരുടെ ചിന്ത. അതൊരു വികലമായ ചിന്താഗതിയാണ്. കാരണം തിരുവെഴുത്ത് തന്നെ പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകത്തിലെ അവസാന വാക്യം വരെ തിരുവെഴുത്താണ്. അതിലെല്ലാ വാക്യവും തിരുവെഴുത്താണ്, മുഴുവൻ ഭാഗങ്ങളും തിരുവെഴുത്താണ്, മുഴുവൻ ഭാഗങ്ങളും ദൈവവിശ്വാസ്യമാണ്. എല്ലാ വാചകവും ദൈവവിശ്വാസ്യമാണ്, എല്ലാ പദങ്ങളും ദൈവവിശ്വാസ്യമാണ്. അപ്പോൾ ആർക്കും തന്നെ തിരുവെഴുത്തിൻ്റെ അകത്ത് ദൈവവചനമുണ്ട് എന്നാൽ അതിനകത്ത് ദൈവവചനം അല്ലാത്ത ചില ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നത് വികലമായൊരു പഠിപ്പിക്കലാണ്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണ്. അപ്പോൾ തന്നെ എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥവും മുഴുവൻ തിരുവെഴുത്തും ബൈബിളും ദൈവവചനമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥവും കുറേയും കൂടി കൃത്യതയോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ ഒരു വേദഭാഗം നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഒരു ഉപമയുടെ ഭാഗത്ത് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് കടുകുമണി ഏറ്റവും ചെറിയ വിത്ത്. ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എററായിട്ട് പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. കാരണം ഏറ്റവും ചെറിയ വിത്ത് യഥാർത്ഥത്തിൽ കടുകുമണിയല്ല, അത് ഒരു പ്രത്യേക ഓർക്കിഡിൻ്റെ വിത്താണ് ഏറ്റവും ചെറിയ വിത്ത് എന്ന് പറയുന്നത്. അപ്പം കർത്താവ് പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ശാസ്ത്രീയമായി ചിന്തിച്ചാൽ അത് തെറ്റാണ്, വസ്തുതാപരമായിട്ട് അത് തെറ്റാണ്. കാരണം കടുകുമണിയല്ല ഏറ്റവും ചെറിയ വിത്ത്. പക്ഷേ അതിനെ നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം. കാരണം കർത്താവ് അവിടെ പറഞ്ഞ ഉദ്ദേശത്തിൽ, ആ കേൾവിക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ ആശയത്തിൻ്റെ ലക്ഷ്യത്തിൽ കടുകുമണി എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു വിത്താണ്. അവർക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ വിത്ത്. മറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല ആ പ്രദേശത്ത് കടുകുമണി ആയിരുന്നു ഏറ്റവും ചെറിയ വിത്തൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ആ പ്രദേശത്തും ഈ പറയുന്ന രീതിയിലുള്ള ഓർക്കിഡൊക്കെ ഉണ്ടായിരുന്നതായിട്ട് ചില പഠനങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വലിയ ശാസ്ത്രീയ കൃത്യതയാണ് ലക്ഷ്യം വെച്ചെങ്കിൽ ഓർക്കിഡിൻ്റെ വിത്തെന്ന് തന്നെ പറയണം. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചിട്ട് ഒരാൾ പറയാം. എന്നാലും അത് ശാസ്ത്രീയമായിട്ട് കൃത്യമല്ലല്ലോ, വസ്തുതാപരമല്ലല്ലോ, ഏറ്റവും ചെറിയ വിത്ത് അതല്ലല്ലോ എന്ന് പറഞ്ഞാലും അതിൻ്റെ ദൈവശ്വാസ്യതയെ അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല പ്രസ്താവനയുടെ. കാരണം എന്താണ്, അവിടെ ഏറ്റവും ചെറിയ വിത്താണ് കടുകുമണി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ലക്ഷ്യത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ കൃത്യത വരുന്നത്. ആ ഏറ്റവും ചെറിയ വിത്താണ് കടുകുമണി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ശാസ്ത്രീയമായ, അതിൻ്റെ ബോട്ടണിക്കലായിട്ടുള്ള ആക്യുറസി അല്ല അവിടെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ബോട്ടണിക്കലി അത് ഇനാക്യുറേറ്റ് ആണെന്ന് വന്നാൽ പോലും അത് ദൈവവചനമാണ്. ഏറ്റവും ചെറിയ വിത്താണ് കടുകുമണി എന്ന് പറഞ്ഞിരിക്കുന്ന വിത്ത്, ഏറ്റവും ചെറിയത് കടുകുമണി, ഈ പദങ്ങളെല്ലാം ദൈവവിശ്വാസീയമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഫങ്ഷനിങ്ങിലാണ് ദൈവവചനത്തിൻ്റെ ആ സന്ദേശം വരുന്നത്. കാരണം വിത്തെന്ന് പറയുന്ന പദം ദൈവവിശ്വാസീയമായിരിക്കണം, ഏറ്റവും ചെറുതെന്ന് പറയുന്ന പദം ദൈവവിശ്വാസ്യമായിരിക്കണം, കടുകുമണിയും ദൈവവിശ്വാസ്യമായിരിക്കണം. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ സന്ദേശം അവിടെ വ്യക്തമാകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു ഭാഗം ശാസ്ത്രീയമായ കൃത്യതയുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അത് ദൈവവചനം അല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതും കൂടി ചേർന്ന് വരുന്നതാണ് ദൈവവചനം. അതും ദൈവവിശ്വാസ്യമാണ്. ആ പദങ്ങളെല്ലാം ദൈവവിശ്വാസ്യമാണ്. ഇപ്പം സാത്താൻ പറഞ്ഞ ചില വാക്കുകളുണ്ട് അല്ലേ, ഞാൻ അത്യുന്നതൻ്റെ മീതെ, ആകാശമേഘങ്ങൾക്ക് മീതെ ഞാൻ എൻ്റെ സിംഹാസനം ഉറപ്പിക്കും എന്ന് പറഞ്ഞിട്ട് സാത്താൻ പറഞ്ഞായിട്ട്, അത് ഒരു മെറ്റഫോറിക്കലായിട്ടുള്ള ഒരു രീതിയിലാണത് അവിടെ വ്യാഖ്യാനിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് സാത്താൻ്റെ പ്രസ്താവനകൾ പല ഭാഗങ്ങളിലുണ്ടല്ലോ. അപ്പോൾ ഈ സാത്താൻ പറഞ്ഞെല്ലാം ദൈവവചനമാണോ? നമുക്ക് ഏറ്റവും രൂക്ഷമായി ചിന്തിക്കാവുന്ന ഈ സാത്താൻ പറഞ്ഞെല്ലാം ദൈവവചനമാണോ? ആണ്. അതെങ്ങനെ ദൈവവചനമാകുന്നത്? കാരണം ആ നറേറ്റീവിൻ്റെ അകത്ത് അതിലൂടെ ലഭിക്കുന്ന ദൈവവചനത്തിൻ്റെ സന്ദേശം പഠിപ്പിക്കൽ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാത്താൻ പറഞ്ഞ ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ആ നറേറ്റീവിൻ്റെ ലക്ഷ്യം മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ കർത്താവിനോട് സാത്താൻ പറയുന്നുണ്ട്, നീ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, ഇതിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് കർത്താവിന് എല്ലായിടം കാണിച്ചിട്ട് താഴേക്ക് ചാടുക എന്ന് പറയും. താഴേക്ക് ചാടുക എന്ന് സാത്താൻ പറഞ്ഞത് കർത്താവ് അത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് പഴയ നിയമത്തിലെ ഉദ്ധരണിയിലൂടെ. പക്ഷെ സാത്താൻ പറഞ്ഞ ആ പ്രസ്താവന ദൈവവചനമാണോ? അത് ദൈവവിശ്വാസ്യമാണോ? അതെ, അത് ദൈവവചനമാണ്, ദൈവവിശ്വാസ്യമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ നറേറ്റീവിൻ്റെ ഫംഗ്ഷനിൽ ആ വിവരണം മുഴുവനുമുള്ള നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ദൈവവിശ്വാസ്യമായ സന്ദേശം എന്താണ്, ആ വേദഭാഗത്തിൻ്റെ പഠിപ്പിക്കൽ എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാത്താൻ പറഞ്ഞ ഭാഗവും കൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ടോട്ടൽ സ്ക്രിപ്ചറിൻ്റെ ഒരു ദൈവവിശ്വാസ്യമായ സന്ദേശവും പഠിപ്പിക്കലും വ്യക്തമാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ ഓവറോൾ പിക്ചറിലേക്ക് വരുമ്പോൾ സാത്താൻ പറഞ്ഞ അതിൻ്റെ അകത്തുള്ള സെൻറ്റൻസും ദൈവവിശ്വാസ്യമാണ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പദങ്ങളും ദൈവവിശ്വാസ്യമാണെന്ന് പറയേണ്ടി വരും. അതാണ് മനസ്സിലായി, ആ നറേറ്റീവ് ഫംഗ്ഷൻ്റെ അകത്ത്. അതെ. അപ്പം നമ്മൾ ഈ പറയുന്ന എല്ലാ വാചകങ്ങളും ദൈവവിശ്വാസ്യമാണ് നമുക്ക് കാണുന്നതിൻ്റെ, അല്ലെങ്കിൽ ഈ ഇൻസ്പിറേഷൻ പറഞ്ഞ പോലെ തിരുവഴുത്തിൻ്റെ ആദ്യോട് അന്തം ഇൻസ്പയർഡ് ആണ്, തിരുവഴുത്തിലെ എല്ലാ വാചകങ്ങളും വ്യാകരണവും ഇൻസ്പയർഡ് ആണ് എന്ന് നമ്മൾ കാണുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കർത്താവ് ബിഫോർ എബ്രഹാം വാസ് ഐ എന്ന് പറഞ്ഞ ഈ ഗ്രാമാറ്റിക്കൽ യൂസേജിൽ, അല്ലെങ്കിൽ അബ്രഹാം ഇസാക്ക് യാക്കോബിൻ്റെയും ദൈവമാണല്ലോ, ഹീസ് ദ ഗോഡ് ഓഫ് ദ ലിവിങ് എന്ന് പറഞ്ഞ് ആ ഗ്രാമാറ്റിക്കൽ യൂസേജിലൂടെ താൻ കാര്യം സമർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഗ്രാമാറ്റിക്കൽ യൂസേജ് വരെ ഇൻസ്പയർഡ് ആണെന്നുള്ളതാണ് കർത്താവ് തന്നെ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഈ ഇൻസ്പിറേഷൻ നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ വെർബൽ, പ്ലീനറി, ആദ്യോടന്തം, ഇതിനെല്ലാം നോക്കിക്കാണുമ്പം ഇതിനെ ഒന്ന് ലളിതമാക്കി പറയുകയാണെങ്കിൽ തിരുവെഴുത്തിനകത്ത് ദൈവം അനുവദിക്കാത്ത ഒരു വാചകവും കടന്നു വന്നിട്ടില്ല, ദൈവം നിയോഗിച്ച ഒരു വാചകവും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇതാണ് ഇൻസ്പിറേഷൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇപ്പോൾ പറഞ്ഞല്ലോ സാത്താൻ പറഞ്ഞതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തമാക്കേണ്ടതുണ്ട്. അത് സാത്താനെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ദൈവാത്മാവല്ല, പക്ഷെ സാത്താൻ പറഞ്ഞു തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവവചനമാണ്. അതായത് സാത്താൻ പറഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്ന ഭാഗം ദൈവം ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ ആരും കയറ്റി വെച്ച ഭാഗമല്ല, മറിച്ച് ദൈവം പെർമിറ്റ് ചെയ്ത. അപ്പോൾ ഇൻസ്പിറേഷൻ നമുക്ക് നോക്കുകയാണുമ്പം ലഘുവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് തിരുവഴുത്തിലെ എല്ലാ ഭാഗങ്ങളും ദൈവത്തിൻ്റെ പെർമിഷനുള്ള, ഓക്കെ ഇത് ഒരു പബ്ലിഷർ അല്ലെങ്കിൽ ഒരു എഡിറ്റർ പെർമിഷനുണ്ട്, ഇത് പബ്ലിഷ് ചെയ്തോളൂ എന്ന് പറഞ്ഞൊരു പെർമിഷൻ എന്ന രീതിയിലാണ് നമുക്കതിനെ
കാണുവാൻ നമുക്കതിനെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ കട്ടിയായിട്ടുള്ള ഭാഗങ്ങളാണ് സങ്കീർത്തനകത്ത് ഇംപെക്കറ്ററി സാംസ് എന്ന് അഭിസംബോധന ചില ഭാഗങ്ങളുണ്ട്. അത് ഈ ചില ഭാഗത്ത് ഈ ദുഷ്ടനെയൊക്കെ ശപിക്കുകയും ഭയങ്കര ഘോരമായ ഭാഷയിൽ സങ്കീർത്തനത്തിനകത്ത് പല പരാമർശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കാറുണ്ട്, ഓക്കെ ഇതൊക്കെ ദൈവവചനത്തിൻ്റെ ഭാഗമാണോ, ഇതെങ്ങനെയാണ് നമ്മൾ ദൈവവചനത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ അന്നേരം വീണ്ടും ആ ഭാഗങ്ങളുടെ ഉദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ, അതായത് സങ്കീർത്തനക്കാരൻ തൻ്റെ തുറന്ന മനസ്സോടെ തന്നെ ദൈവം ഭാഗം വന്ന് തൻ്റെ വ്യസനവും തൻ്റെ ഉള്ളിലെ വിഷമവും എല്ലാം തുറന്നു പറയുന്നു. ആ ഒരു ഓപ്പൺനെസ്സിലേക്കാണ് ആ സങ്കീർത്തനങ്ങളെല്ലാം സകല മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്നത് എന്ന വെളിച്ചത്തിലാണ് മനസ്സിലാക്കേണ്ടതെന്ന് വേദപഠിതാക്കൾ അതിനെ നോക്കി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ടഫായിട്ടുള്ള പല പോർഷൻസ് എല്ലാം ഡിവൈൻ ഇൻസ്പിറേഷൻ ആപ്ലിക്കബിൾ ആണ് എന്നൊരു കോംപ്ലെക്സ് തിയോളജിയാണ് ബൈബിൾ മുറുകെ പിടിക്കുന്നത്. എന്നാൽ ഇതേ രീതിയിലല്ല എല്ലാ മതവിശ്വാസങ്ങളും അവരുടെ തിരുവെഴുത്തുകൾ നോക്കിക്കാണുന്നത്. അതിനകത്ത് ഏറ്റവും ബൈബിളിലായിട്ട് ഏറ്റവും സിമിലറായിട്ട് വരുന്നതാണ് ഖുറാൻ. ഖുറാൻ എങ്ങനെയാണ് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ദൈവവചനം എന്ന ആശയത്തെ നോക്കിക്കാണുന്നത്? അതെ, ഖുറാൻ്റെ കാര്യം നമുക്കൊരു താരതമ്യത്തിന് വേണ്ടി എടുക്കുകയാണ്. ഒരു മതവിമർശനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു താരതമ്യത്തിന് വേണ്ടിയിട്ട്. അവിടെ ഖുറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് അത് സ്വർഗത്തിൽ ഉള്ള ഒരു ഗ്രന്ഥമാണ്. അത് ദൈവത്തിൻ്റെ ദൂതൻ വഴി പ്രവാചകന് ലഭ്യമാക്കിയതാണെന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസം. ഇതേ രീതിയിലാണ് ബൈബിളിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ചില ക്രിസ്ത്യാനികളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ ഇതിൻ്റെ ഒരു കോപ്പിയുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു പുസ്തകം ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്താണ്. ചില ചിന്തിക്കുന്ന ഒരു പക്ഷേ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ചെവിയിൽ ഇങ്ങനെ വന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് എഴുതിച്ചാണ്. അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല ഇൻസ്പിറേഷൻ ബൈബിളിൻ്റെ കാര്യത്തിൽ വർക്ക് ചെയ്യുന്നത്. ബൈബിളിൻ്റെ കാര്യത്തിൽ അങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ളൊരു പുസ്തകം ആരെങ്കിലും വഴി താഴേക്ക് ഇറക്കി കൊടുത്തതല്ല ബൈബിൾ എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ ഏറ്റവും പ്രസക്തമായിട്ടൊരു കാര്യമാണ്. പലരും പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു ഈ വാക്യം ഉദ്ധരിക്കാറുണ്ട്. എന്നിട്ട് അവർ ചിന്തിക്കുന്നത് അതിൻ്റെ അർത്ഥം ബൈബിളിൻ്റെ ഒരു കോപ്പി, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളൊരു കോപ്പി സ്വർഗത്തിലുണ്ട്, ആ കോപ്പിയാണ് സ്വർഗത്തിൽ എന്നേക്കുള്ള കോപ്പിയാണ് ആ ബൈബിളാണ്, ആ ബൈബിൾ ഇങ്ങനെ താഴേക്ക് ഇറക്കി കൊടുത്തത്. അങ്ങനെയല്ല. കാരണം അവിടെ ആ വാക്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അങ്ങനെ ഒരു അർത്ഥം അതിനില്ല എന്നുള്ളത് അതിന് മുകളിലും താഴെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അതവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു എന്നാണ്. ആ വാഗ്ദത്തം നിറവേറപ്പെടും, അത് തെറ്റിപ്പോവുകയില്ല. ദൈവം ഒരു വാഗ്ദത്തം നൽകി എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ബൈബിളിൻ്റെ ഒരു കോപ്പി സ്വർഗത്തിലുണ്ടെന്നല്ല ആ വേദഭാഗത്തിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമല്ല ക്രിസ്തീയ വിശ്വാസം. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ചിട്ട് ദൈവം സ്വർഗത്തിലുള്ള ഒരു പുസ്തകം ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്ത അല്ല ബൈബിൾ. അത് വളരെ അസന്നിഗ്ധമായിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല ബൈബിളിൻ്റെ ദൈവശാസ്ത്രീയതയുടെ ഫംഗ്ഷൻ അതെങ്ങനെയാണ് അത് രചിക്കപ്പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പലതും തന്നെ ഇപ്പം യൂദാ പറയുന്നുണ്ട്, നിങ്ങളെ ഇങ്ങനെ പ്രബോധിപ്പിച്ചെഴുതണമെന്ന് എനിക്ക് തോന്നി, എങ്കിലും ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രബോധിപ്പിച്ചെഴുതുന്നു. അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ സത്യം എന്തെന്ന് നീ ഗ്രഹിക്കേണ്ടതിന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇത് ഇങ്ങനെയാണ് ലൂക്കോസ് പറയുന്നത്. അപ്പം നമുക്ക് എഴുത്തുകാരുടെ ഇൻറ്റൻഷൻ അവിടെയില്ലേ? അവരിങ്ങനെ ഒരു സ്ക്രോളുമായിട്ട് മുമ്പിലിരിക്കുന്ന ഒരു പേനായിട്ട് മുമ്പിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രത്യേകമായ ആത്മീയ അനുഭവം ഉണ്ടായി അവരിങ്ങനെ എഴുതി പോകുന്നതല്ല. എഴുത്തുകാർ വിചാരിച്ചു, ലൂക്കോസ് വിചാരിച്ചു, ഓക്കെ തിയോഫിലോസിനെ വിശ്വാസം നിന്ന് ഉറപ്പിക്കണം, പോയി അന്വേഷിച്ചു കണ്ടുപിടിച്ചു. അല്ലാതെ അദ്ദേഹം ലൂക്കോസ് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു അനുഭൂതി ഉണ്ടായ എന്തെങ്കിലും ഒരു പ്രത്യേകം തോന്നി എഴുതിയതല്ല. ലൂക്കോസ് റിസർച്ച് ചെയ്തു. നമ്മളിങ്ങനെ റിസർച്ച് ചെയ്തൊരു ലേഖനം എഴുതുന്നത് പോലെ ഒരു രചന നടത്തുന്ന പോലെ ലൂക്കോസ് റിസർച്ച് ചെയ്ത് കൃത്യമായിട്ട് ഐ വിറ്റ്നസിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് പരിശോധിച്ച് ഉറപ്പിച്ച് എല്ലാം ക്രമമായിട്ട് ലൂക്കോസ് എഴുതിയെന്നാണ് ലൂക്കോസ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഹ്യൂമൻ ഇൻറ്റൻഷൻ ഇല്ലേ? ഉണ്ട്. യൂദായുടെ ലേഖനത്തെക്കുറിച്ച് യൂദാ പറയുന്നതനുസരിച്ചിട്ട് അവിടെ ഒരു ഹ്യൂമൻ ഇൻറ്റൻഷൻ ഇല്ലേ? ഹ്യൂമൻ ഇൻറ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഹ്യൂമൻ ഇൻറ്റൻഷൻ ഉണ്ട്. ഇനി പൗലോസിൻ്റെ ചില ലേഖനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാന്ദർഭികമായിട്ടുള്ള ലേഖനങ്ങളാണ്. ഇപ്പം റോമാക്കാർക്ക് പൗലോസ് ലേഖനം എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റോമിൽ ചെന്ന് അവിടെ നിന്ന് സ്പാനിയയിലേക്ക് സുവിശേഷമായിട്ട് കടന്നു പോകണം. അങ്ങോട്ടേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ റോമാ സഭയുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം അവിടെ എല്ലായിടത്തും പൗലോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ചില ആരോപണങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ സുവിശേഷം? താൻ സകലരോടും പ്രസംഗിക്കാൻ കടപ്പെട്ടിരിക്കുന്ന സുവിശേഷം എന്താണെന്ന് റോമക്കാരെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവരുടെ സപ്പോർട്ടോടുകൂടി മാത്രമേ സ്പാനിയയിലേക്ക് തൻ്റെ സുവിശേഷ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ ലക്ഷ്യം മുൻനിർത്തിയാണ് റോമാലേഖനം എഴുതിയത്. അപ്പോൾ അവിടെ ഒരു ഹ്യൂമൻ ഇൻറ്റൻഷനുണ്ട്, അതിൻ്റെ അതൊരു ഡിവൈൻ ഇൻറ്റൻഷനും ഉണ്ട്. ഇതുപോലെ തന്നെ പല സന്ദർഭങ്ങളെ ഇങ്ങോട്ട് എഴുതി ചോദിച്ച പലതിനും മറുപടിയായിട്ട് കൊറിന്ത്യൻ ലേഖനത്തിൽ നമുക്ക് പലതും കാണാനായിട്ട് സാധിക്കും. ഈവൻ യോഹന്നാന്റെ സുവിശേഷത്തിന് എൻ്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ അതെ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഉദ്ധരിച്ചു, എന്തുകൊണ്ടല്ല ഉദ്ധരിച്ചില്ല എന്ന് പറയുന്നതും അവിടെ വ്യക്തമാണ്. അപ്പം ബൈബിൾ എഴുതിയതിൻ്റെ അകത്തൊരു ഹ്യൂമൻ ഇൻറ്റൻഷൻ ഉണ്ട്. ബൈബിൾ ദൈവികമാണ്, അപ്പോൾ തന്നെ അതിനൊരു മാനുഷിക തലവുമുണ്ട്. ബൈബിൾ ദൈവികമാണ്, അതുപോലെ തന്നെ അത് മാനുഷികമായൊരു തലവും അതിൻ്റെ അകത്തുണ്ട്. അത് എഴുത്തുകാരുടെ കഴിവുകൾ അതിൻ്റെ അകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എഴുത്തുകാരുടെ ഭാഷാശൈലി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നല്ല അറിവുള്ള ആളുകൾ, നല്ല ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ച ആളുകൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ചില ലേഖനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റെറ്റോറിക്കലി വളരെ പവർഫുള്ളാണ്. എബ്രായ ലേഖനം അല്ലേ, ആ
വാക്കുകളുടെ ശക്തിയിലും അതിൻ്റെ പ്രയോഗ രീതിയിലും അത്യന്തം ശക്തമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. മറ്റു പല ലേഖനങ്ങളിൽ അത്ര റെറ്റോറിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്താണ് എബ്രായ ലേഖനം എഴുതിയ വ്യക്തി എന്ന് പറയുന്നത് വെൽ ട്രെയിൻഡ് ആണ്. ഗ്രീക്ക് റെറ്റോറിക് എന്ന് പറയുന്നത് തന്നെ ഒരു പഠന മേഖലയാണ്, എങ്ങനെയാണ് പ്രസംഗശൈലി. അപ്പോൾ അത്രയും വെൽ ട്രെയിൻഡ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അറിവ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ബൈബിൾ ദൈവികമാണ്, അതുപോലെ തന്നെ ബൈബിൾ മാനുഷികവുമാണ്. സ്വർഗത്തിൽ നിന്നുള്ളൊരു പുസ്തകം ഇറക്കിക്കൊടുത്തൊരു പുസ്തകം എന്ന രീതിയിലല്ല ബൈബിളിനെ ക്രിസ്തീയ വിശ്വാസം ഒരു കാലത്തും കണ്ടിട്ടുള്ളത്. അത് ജനകീയമായൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല ക്രിസ്തീയ വിശ്വാസം അതിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ മനുഷ്യരിലൂടെ മനുഷ്യരുടെ തന്നെ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ സന്ദർഭങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ രചിക്കപ്പെട്ട ഈ പുസ്തകങ്ങൾ ദൈവത്തിൻ്റെ വചനവുമാണ്. അതാണ് തിരുവഴുത്തിനെ കുറിച്ചുള്ള ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് തിരുവഴുത്തിനെ കുറിച്ചുള്ള ക്രിസ്തീയ ബോധ്യത എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ ദൈവികമായ ബൈബിളിൻ്റെ വശവും ബൈബിളിൻ്റെ മാനുഷികമായ തലവും ഒരുമിച്ച് ചേർത്ത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ച് കൃത്യതയോടെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് തിരുവഴുത്തിനെ കുറിച്ചുള്ള തെറ്റായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തി അതിനെ വായിക്കുന്നു. അപ്പം അതങ്ങനെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിച്ച് വശമായി പലരും തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിശ്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉദ്ധരിക്കാനുള്ളത്, ഈ ഡിവൈൻ ഇൻസ്പിറേഷനും ഡിവൈൻ ഇന്നറൻസി, ഡിവൈൻ ഇൻഫാലിബിലിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്ഷനാണ്. അതായത് യോഹന്നാനും അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ പ്രവാചകന്മാരൊക്കെ അവരെഴുതിയ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിനാണ് ഇതൊക്കെ ആപ്ലിക്കബിൾ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൈയെഴുത്ത് പ്രതികളും കോപ്പികളൊക്കെ വരുന്നുണ്ട്. ആ കോപ്പികളിലൊക്കെ ഈ പറഞ്ഞ പല രീതിയിലുള്ള എറേഴ്സ് കടന്നുകൂടാം. ഒരു ജെറോക്സ് മെഷീനിനകത്ത് അന്നത്തെ ഒരു ജെറോക്സ് ടെക്നോളജി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ ആ കൈയെഴുത്ത് പ്രതികളിലൊക്കെ ആ ഒരു മിസ്റ്റേക്സും എറേഴ്സും കടന്നുകൂടാം. പക്ഷേ ഈ ദൈവവിശ്വാസ്യതയും അതിൻ്റെ കോറിലറി ആയിട്ടുള്ള ഡിവൈൻ ഇന്നറൻസി, ഇൻഫാലിബിലിറ്റി എല്ലാം ഏറ്റവും ക്ലിയർ ആയിട്ട് ആപ്ലിക്കബിൾ ഈ ഒറിജിനൽ മാനുസ്ക്രിപ്ഷനാണ്. നമുക്ക് ആ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കോപ്പി നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ആ സെയിം ഒരു സിമിലാരിറ്റി, ആ സെയിം ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെയും ബാധകമായി വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ സ്ക്രൈബൽ എറേഴ്സിനൊക്കെ നോക്കിയിട്ട് ആൾക്കാർ ഇതൊക്കെ ദൈവവചനമല്ല അല്ലെങ്കിൽ ദൈവവിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന തെറ്റിദ്ധാരണയുണ്ട്. ആ ദൈവവിശ്വാസ്യത പ്രസക്തമായിട്ടുള്ളത് ആ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിനോടെയാണ് എന്നൊരു പോയിന്റ് കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ അത് അവിടെ കൂടി പറയുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് നമുക്ക് ഇന്ന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്നും കൂടി ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ചെറുതായിട്ട്. അതിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിനാണ് ഈ ഇന്നറൻസി ഇൻസ്പിറേഷൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ബൈബിളിനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബൈബിൾ എന്ന് പറയുന്നത് ഈ മാനുസ്ക്രിപ്റ്റുകളെല്ലാം ശേഖരിച്ച് എന്താണ് ഒറിജിനൽ എഴുതിയെന്നുള്ളത് ടെക്സ്റ്റൽ ക്രിറ്റിസിസത്തിലൂടെ തിട്ടപ്പെടുത്തി ആണ് നമ്മുടെ കൈകളിലേക്ക് ഈ ബൈബിൾ എത്തിയിരിക്കുന്നത്. അപ്പം ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിനെ ഏറ്റവും ഓതൻറ്റിക്കായിട്ട് വളരെ എത്രത്തോളം ആധികാരികമായി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആക്യുറസിയിൽ ആണത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം ചില പദങ്ങളിലോ ചില ഭാഗങ്ങളിലോ ഒക്കെ ടെക്സ്റ്റുവൽ വേരിയേഷൻസ് സംബന്ധിച്ച് ചിലപ്പം ഒരു വ്യക്തതയില്ലാത്ത ചില ഭാഗങ്ങൾ, അതൊക്കെ നമ്മൾ നേരത്തെ ടെക്സ്റ്റൽ ക്രിറ്റിസിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നതാണ്. ആ ഭാഗം നിങ്ങൾ ഓടിക്കാട്ടാൻ മനസ്സിലാവും. അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈബിൾ എന്ന് പറയുന്നത് എന്താണോ ആദിമ എഴുത്തുകാർ എഴുതിയത് അത് എത്രത്തോളം നമുക്കത് വ്യക്തമായിട്ട് ആദിമ എഴുത്തുകാർ എഴുതിയത് എന്താണെന്ന് നിശ്ചയിക്കാൻ സാധിക്കും അത്രത്തോളം നിശ്ചയിച്ച് ആ നിലയിലാണ് പരിഭാഷപ്പെടുത്തി നമ്മുടെ കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റു രീതിയിൽ ചിന്തിക്കരുത്. നമ്മുടെ കയ്യിലുള്ള ബൈബിളിന് ആധികാരികത ഇല്ല ചിന്തിക്കരുത്. ആ ബൈബിൾ എത്രത്തോളമാണ് ആദിമ രചനകളെ പ്രതിനിധീകരിക്കുന്നത് അത്രത്തോളം അത് ദൈവവിശ്വാസ്യമാണ്, ദൈവവചനമാണ്. അത് വളരെ ഉന്നതമായ നിലയിൽ തന്നെ ആദിമ രചനകളെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറ്റൊരു ഭാഗത്ത് നേരത്തെ ചർച്ച ചെയ്താണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ കേൾക്കാവുന്നതാണ്. തിരുവഴുത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെയും ആധികാരികതയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ അത് ചർച്ച ചെയ്തതാണ്. അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈബിള് വിവർത്തനങ്ങളടക്കം ദൈവവിശ്വാസ്യമാണ്, അത് ദൈവവചനമാണ്. നമുക്ക് ആ ധൈര്യം പറയാൻ കാരണം ഈ ആദിമ എഴുത്ത് പ്രതികളോട് അത്രയും ചേർന്നിരിക്കുന്നത് തന്നെയാണ് നമുക്ക് അത്ര ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ ഞാൻ രനിച്ചോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഈ ഡിവൈൻ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഈ ഡിവൈൻ ഇന്നറൻസി എന്നുള്ള ഡോക്ടറിൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ ഒരു തിട്ടപ്പെടുത്തുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിനകത്ത് ക്രിസ്ത്യാനികൾ എന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന വിവിധ ഡിനോമിനേഷൻസ് ഉണ്ട്. ആ വിവിധ ഡിനോമിനേഷനകത്ത് ചില ഡോക്ടറിനൽ ഡിഫറൻസസ് ഉണ്ട്. അതിൽ സെൻട്രലായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, പെരിഫറലായിട്ട് കാണുന്ന ചില ഉപദേശങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്രോഡീകരണത്തിൽ നോക്കുമ്പോൾ ഈ ഡിവൈൻ ഇൻസ്പിറേഷൻ ഒരു കീ ആയിട്ടുള്ളൊരു ഡോക്ടറിനാണ്. പക്ഷേ ഡിവൈൻ ഇന്നറൻസിയെ നോക്കുമ്പോൾ എന്തുമാത്രം കോറായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ എന്തുമാത്രം പെരിഫറൽ ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ നമ്മളതിനെ ഒരു രീതി ഒന്ന് മനസ്സിലാക്കേണ്ടത്. അതെ,
ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷ സന്ദേശമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് ആധികാരികമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും, ആ ക്രിസ്തീയ സന്ദേശമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സെൻട്രൽ ടീച്ചിങ് എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. തിരുവെഴുത്തിൻ്റെ ദൈവശ്വാസ്യത നിശ്ചയമായിട്ടും ഏറ്റവും അടിസ്ഥാനപരമായ ഉപദേശമാണ്. പക്ഷെ അത് സുവിശേഷത്തിൻ്റെ അത്രയും കേന്ദ്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷം കഴിഞ്ഞു വരുന്നൊരു കാര്യമായിട്ട് മാത്രമേ നമുക്ക് തിരുവെഴുത്തിൻ്റെ ദൈവശ്വാസ്യത, അത് ഒരു കുറഞ്ഞ ഡോക്ടറിനാണെന്നല്ല, ഏറ്റവും കേന്ദ്രബിന്ദു സുവിശേഷമാണ്. അതിന് ശേഷം വരുന്ന രീതിയിലാണ് നമ്മൾ തിരുവെഴുത്തിൻ്റെ ദൈവശ്വാസ്യതയെ പരിഗണിക്കേണ്ടത്. എന്നാൽ തിരുവെഴുത്തിൻ്റെ അബദ്ധരാഹിത്യം ദൈവശ്വാസ്യതയുടെ തന്നെ ഒരു പ്രതിഫലനമാണ്. എന്നാൽ ആ അബദ്ധരാഹിത്യം എന്ന് പറയുന്ന വിഷയത്തിൽ സുവിശേഷ വിഹിത സഭകളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ആ നിലയിൽ ചിന്തിച്ചാൽ അതിൻ്റെ അബദ്ധരാഹിത്യം എന്ന് പറയുന്നത് കുറേയും കൂടി പെരിഫറലായിട്ടുള്ള ഒരു ഡോക്ടറിനാണ്. അതിനെ ഏറ്റവും സെൻട്രൽ ഡോക്ടറിനായിട്ട് നമുക്ക് ഒരിക്കലും പ്രതിഷ്ഠിക്കാനായിട്ട് സാധിക്കില്ല. ഏറ്റവും സെൻട്രൽ ഡോക്ടറിൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള എല്ലാ സഭകളും എല്ലായിടത്തും ഒരുപോലെ വിശ്വസിക്കുന്ന വസ്തുതകളുണ്ട്. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സെൻട്രൽ ഡോക്ടറിൻ എന്ന് പറയുന്നത്. സോ ആരെങ്കിലും ചിന്തിക്കുകയാണ് എനിക്കിതിൻ്റെ അബദ്ധരാഹിത്യം മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, ഇത് ഇത്രത്തോളം അബദ്ധരഹിതമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ പോലും, അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടായാൽ പോലും, അതൊരിക്കലും ക്രിസ്തീയ വിശ്വാസം നിഷേധിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള കാരണമല്ല. അത് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. അതായത് നിങ്ങൾ ചിന്തിക്കുകയാണ്, നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ സയൻറ്റിഫിക് ആക്യുറസിയെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തികഞ്ഞും മറ്റൊരു രീതി പറഞ്ഞാൽ വളരെ തെറ്റായൊരു തീരുമാനമാണ്. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. ഈ തിരുവെഴുത്തിൻ്റെ അബദ്ധരാഹിത്യം എന്ന് പറയുന്നത് കുറേയും കൂടി പെരിഫറലായിട്ടുള്ള ഒരു ഡോക്ടറിനാണ്. അതിനെ നമ്മൾ ഈ തിരുവെഴുത്തുകളുടെയും അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വെളിച്ചത്തിൽ പ്രസക്തമായി നോക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഡാനിയൽ വാലസ് എന്നൊന്നും ഒരിക്കലും തൻ്റെ പ്രസംഗം ഈ ഒരു പരാമർശം പറഞ്ഞത്, താൻ പറഞ്ഞത്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നത് ഡിവൈൻ ഇൻസ്പിറേഷൻ കൈക്കൊള്ളുന്നത് കൊണ്ടല്ല, മറിച്ച് ഞാൻ ദൈവശ്വാസ്യമായ തിരുവെഴുത്ത് എന്ന രീതിയിൽ കണക്കാക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. അതാണ് സെൻട്രൽ പോയിന്റ്. അതായത് ഇപ്പോൾ ഡെനിഷൻ പറഞ്ഞ പോയിന്റിനെ ഒന്നുകൂടി വേറൊരു ആംഗിൾ പറയുകയാണെങ്കിൽ, ക്രിസ്തീയ വിശ്വാസം നിൽക്കുന്നതും അല്ലെങ്കിൽ വീഴുന്നതും ചെയ്യുന്നത് ദൈവശാസ്ത്രമായ തിരുവെഴുത്താണോ അല്ലെങ്കിൽ അബദ്ധരാഹിത്യം എന്ന ആ ഡോക്ടറിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആ കല്ലറ ചരിത്രത്തിൽ ഒഴിഞ്ഞിരുന്നോ ഇല്ലയോ, യേശുക്രിസ്തു സത്യദൈവവും സത്യമനുഷ്യനുമായിരുന്നു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവോ, അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബെഡ് റോക്ക്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ പിന്നീട് വരുന്ന പരിണിത ഫലമായിട്ട് യേശു ദൈവമെങ്കിൽ യേശു പറഞ്ഞ വാചകങ്ങൾ, യേശു പഴയ നിയമത്തെ എങ്ങനെ കാണുന്നു, യേശു പുതിയ നിയമത്തെ എങ്ങനെ കാണുന്നു, ശിഷ്യന്മാരെ താൻ നിയോഗിച്ചു വിടുന്നു, അതാണ് നമ്മൾ വന്ന ഇന്ന് പറഞ്ഞ ഫ്ലോയും. അതാണ് നമ്മൾ ഈ പെരിഫറൽ ഡോക്ട്രിൻസിനെ കോറായിട്ട് മുറുകെ പിടിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിൽ ചഞ്ചൽ വരുമ്പോൾ പലരുടെ വിശ്വാസം പട്ടുപോകുന്ന ഒരു അൺഫോർച്ചുനേറ്റ് സർക്കംസ്റ്റൻസ് കാണുന്നുണ്ട്. അതൊരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. കാരണം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ, ബെഡ് റോക്ക് എന്ന് പറയുന്നത് യേശു എന്ന ദൈവപുത്രൻ തന്നെയാണ്. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അതിൻ്റെ ഫൗണ്ടേഷൻ. അപ്പോൾ ആ ഫൗണ്ടേഷൻ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളൊരാൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ നിങ്ങൾ ഉടനെ അവരെ ദൈവശ്വാസ്യമായി തിരുവെഴുത്താണെന്നും തിരുവെഴുത്തിന് അബദ്ധരാഹിത്യമാണെന്നുള്ള ഡോക്ട്രിൻസ് പറഞ്ഞ് അത് അവരെ വിശ്വസിപ്പിച്ചതിന് ശേഷം എന്നാൽ ഇനി സുവിശേഷം പറയാം എന്നൊരിക്കലും ഇറങ്ങിത്തിരിക്കരുത്. അവരാദ്യം കൈക്കൊള്ളേണ്ടത് യേശു പറഞ്ഞ വാക്കുകൾ, യേശു പറഞ്ഞ കൽപ്പന, യേശു ഉയർത്തെഴുന്നേറ്റുവോ, യേശു ദൈവപുത്രനോ എന്നുള്ള ആ കാതലായ സന്ദേശമാണ്. അത് മനസ്സിലാക്കുന്നെങ്കിൽ പിന്നീട് യേശു പറഞ്ഞ വാചകങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ള മറ്റു രീതിയിലുള്ള ആപ്ലിക്കേഷനിലേക്കാണ് കടന്നു വരുന്നത്. അപ്പോൾ ആ പ്രൈം ഇമ്പോർട്ടൻറ്റ് ഡോക്ടറിൻ അതാണെന്നുള്ളത് തിരുവെഴുത്തിൽ തന്നെ വ്യക്തമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറിന്, ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഇതാണെന്നുള്ളത്. യേശുവിൻ്റെ മരണവും പുനരുദ്ധാനം അതിലൂടെ ലഭിക്കുന്ന പാപജനത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മൾ ഒരിക്കലും ഒരു നിരീശ്വരവാദിയെ മാതൃകയായിട്ട് എടുക്കുന്നത് ശരിയല്ല. പക്ഷേ എങ്കിലും ഒരാളെ നമ്മളൊന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. ബാറ്റോമാനാണ്, അത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യക്തി, ധാരാളം നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരുവെഴുത്തിനെ കുറിച്ച്, ബൈബിളിൻ്റെ അബദ്ധരാഹിത്യത്തെക്കുറിച്ച് സംശയങ്ങളുണ്ടായി. പക്ഷെ അതല്ല അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ കാരണമായത്. അദ്ദേഹത്തിന് ഒരിക്കലും മാതൃകയാക്കരുത്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തെ പോലെ ഒരാളോട് നിങ്ങൾ ചോദിച്ചാൽ പോലും പറയുക എന്ന് പറയുന്നത്, ബൈബിളിൻ്റെ അബദ്ധരാഹിത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടായി, ടെക്സ്റ്റൽ ക്രിറ്റിസിസമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചില ആശങ്കകളുണ്ടായി. പക്ഷെ അതൊന്നുമല്ല അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ കാരണമായത്. അത് മറ്റ് നിലകളിലുള്ള ദൈവവിശ്വാസത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ ചഞ്ചലിപ്പിച്ച ലോകത്തിലെ തിന്മയെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് ദൈവവിശ്വാസം ഉപേക്ഷിക്കാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തെ മാതൃകയായിട്ട് എടുക്കണമെന്നല്ല, ഇത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മാത്രം ഒരു അഭിപ്രായമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പക്ഷെ അദ്ദേഹത്തിനെ ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നതിൻ്റെ യാത്രയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബൈബിളിനെ കുറിച്ചുള്ള റിജിഡ്
വൈഡായിട്ടുള്ള വീക്ഷണമായിരുന്നു. എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ അവതരഹത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും ഈ യാഥാസ്ഥിതികമായ ഒരു മൗലികവാദപരമായ ഒരു വീക്ഷണം, അതിൻ്റെ അകത്ത് വന്ന ഒരു ചഞ്ചലിപ്പാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ പിന്നീട് ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് വർത്തിച്ചത്. അപ്പം നമ്മൾ ഏതാണ് കേന്ദ്രം, ഏതാണ് പെരിഫറൽ എന്നൊരു ബോധ്യതയോടുകൂടി വേണം നമ്മുടെ വിശ്വാസത്തെ സമീപിക്കാൻ. ഏതാണ് കേന്ദ്രബിന്ദു? ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രബിന്ദു ഒരിക്കൽ കൂടി ക്രിസ്തുവാണ് എന്നുള്ള ഒരു ബോധ്യതയോടെ തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കിയ പോയിന്റുകൾ എല്ലാത്തിൻ്റെയും സംക്ഷിപ്ത രൂപമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിതിൽ നിന്ന് നമുക്ക് വളരെ വളരെ തിയോളജിയിലുള്ള പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിൽ കൂടുതൽ പറയാൻ സാധിക്കും. പക്ഷേ ഒരു ക്രൈസ്തവൻ എന്ന രീതിയിൽ ഞാൻ ഒരു ക്രൈസ്തവനെന്ന നിങ്ങൾ എന്ന ഞങ്ങളുടെ ഓഡിയൻസിനെയും ഞാൻ വെൽക്കം ചെയ്യുന്നത്, ഇത്രയും സങ്കീർണമായ തിരുവെഴുത്തുകളെ പറ്റി നമ്മൾ പഠിക്കുവാൻ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ആ സങ്കീർണതയോടെ നമ്മളതിനെ മനസ്സിലാക്കുവാൻ, ആ രീതിയിൽ പഠിക്കുവാനും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ നമ്മൾ പറയുന്ന പ്രസംഗങ്ങൾ, നമ്മൾ പറയുന്ന സന്ദേശങ്ങൾ, നമ്മൾ എഴുതുന്ന ലേഖനങ്ങൾ, നമ്മൾ എഴുതുന്ന ഏത് രീതിയിലുള്ള ബൈബിൾ സെൻട്രിക് ആയിട്ടുള്ള ഏത് ഔട്ട്പുട്ടായാലും അതിലെല്ലാം ഈ സങ്കീർണതയും കോംപ്ലക്സിറ്റി കൈക്കൊള്ളുമ്പോഴാണ് അതിൻ്റെ ആ ഒരു തികവിനെ നമുക്ക് എൻഡോഴ്സ് ചെയ്യാനും ആ തികവിനെ നമുക്ക് കൈക്കൊള്ളുവാനും ചേർത്ത് പിടിക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു പ്രഗത്ഭ ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പാകെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവൻ എന്ന് സ്വയം അഭിസംബോധന ചെയ്യുന്ന ഞാൻ ഈ തിരുവെഴുത്തുകളിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിക്കുമ്പോൾ, ഈ തിരുവെഴുത്തുകളെ ഉദ്ധരിക്കുമ്പോൾ, പ്രസംഗവേദികളിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ എത്രമാത്രം അധികം ശ്രദ്ധയോടെയും പഠനത്തോടെ ആയിരിക്കണം ഞാൻ ഈ തിരുവെഴുത്തുകളെ അഭിമുഖീകരിക്കേണ്ടത് എന്നത് നമുക്ക് വ്യക്തമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നവരെ ഗോഡ് ബ്ലെസ്.